Good morning. Good morning. Good morning, ma'am. Good morning, miss. Okay, good morning. തുടങ്ങാം നമുക്ക്. Good morning, ma'am. Yes, ma'am. Okay, good morning. Good morning. എന്തായി മഴയൊക്കെ അത് ഏത് ഭാവിയാണ് പഠിക്കാനായിട്ട് വന്നേക്കുന്നത്? ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കിയോ? വായിച്ചു നോക്കിയോ? മനസ്സിലായോ? ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ ആണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഓൾ മ്യൂട്ട് ചെയ്യാണേ. അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട കുറെ ഭാഗങ്ങളൊക്കെ നമ്മുടെ കഴിഞ്ഞു കേട്ടോ. നമ്മൾ ഡയാലിസിസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ എന്താണ്, ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമ്മൾ ഡയാലിസിസ് പ്രയോജനപ്പെടുത്തുന്നത്, കിഡ്നിയുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസുകൾ എന്തൊക്കെയാണ്, പിന്നെ 2 ടൈപ്പ് ഡയാലിസിസ് ആണ് നമ്മൾ പഠിച്ചത് അല്ലെ, ഹീമോ ഡയാലിസിസും പെരിറ്റോണിയൽ ഡയാലിസിസും. പിന്നെ ഒരെണ്ണം കൂടെ നമ്മൾ പറഞ്ഞു, CRRT അല്ലെ, കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. അതെന്ന് പറയുന്നതും ഒരു ടൈപ്പ് ഓഫ് ഹീമോ ഡയാലിസിസ് തന്നെയാണ് കേട്ടോ. അതെന്താണ്, ഒരു ടൈപ്പ് ഓഫ് ഹീമോ ഡയാലിസിസ് തന്നെയാണ്. പൊതുവെ നമ്മൾ പറയുമ്പോൾ ഡയാലിസിസ് 2 ടൈപ്പ് തന്നെ നമ്മൾ പറയുമ്പോൾ കേട്ടോ. ഹീമോ ഡയാലിസിസ് ഉണ്ട്, പെരിറ്റോണിയൽ ഡയാലിസിസ് ഉണ്ട്. ഓക്കെ, അതിൽ വൺ ഓഫ് ദ ഒരു ടൈപ്പ് ഓഫ് ഹീമോ ഡയാലിസിസ് തന്നെയാണ് CRRT എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് കേട്ടോ. ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ജനറൽ ആയിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പൊ നമുക്ക് അതിലേക്ക് കടക്കാം കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അഡ്വാൻറ്റേജ് ഓർ ബെനിഫിറ്റ്സ് ആണ് കേട്ടോ. അഡ്വാൻറ്റേജ് ഓർ ബെനിഫിറ്റ്സ് ഓഫ് ദ ഡയാലിസിസ് സർവീസസ്. എന്താണ് പറയുന്നത്, നമ്മൾ ഈ പറയുന്ന ഡയാലിസിസ് ഏറ്റവും നല്ല രീതിയിൽ പ്രയോജനപ്പെടണമെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ ഒരു ഇഫക്റ്റീവ്നെസ്, അതിന്റെ ഒരു ഫലപ്രാപ്തി നമുക്ക് വർദ്ധിപ്പിക്കുന്നതിനായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. അഡ്വാൻറ്റേജ് ഓർ ബെനിഫിറ്റ്സ് ഓഫ് ഡയാലിസിസ് സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയാലിസിസിന്റെ ഒരു ഇഫക്റ്റീവ്നെസ്, അതിന്റെ ഒരു ഫലപ്രാപ്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്. അതിന്റെ ബെനിഫിറ്റ്, ഏറ്റവും നല്ല ബെനിഫിറ്റ് നമുക്ക് കിട്ടണമെങ്കിൽ, അതിന്റെ ഏറ്റവും നല്ല അഡ്വാൻറ്റേജ് ലഭിക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് ഇനി ഇവിടെ പറയുന്നത് കേട്ടോ. ശ്രദ്ധിക്കാം. ദ ഫോളോയിങ് സ്റ്റെപ്സ് ക്യാൻ ഹെൽപ്പ് ഇൻക്രീസ് ദ ഇഫക്റ്റീവ്നെസ് ഓഫ് യുവർ ഡയാലിസിസ് ട്രീറ്റ്മെന്റ്സ്. ഇതൊക്കെയാണ് നോക്കുക. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. അതൊന്നും കണക്കുകളൊന്നും പഠിക്കേണ്ട, മനസ്സിലാക്കി വെച്ചാൽ മതി. ഒന്നാമത്തെ പോയിന്റ് നോക്കിയേ, കംപ്ലീറ്റ് ദ ട്രീറ്റ്മെന്റ്സ് ആസ് പെർ ടു ദ റെക്കമെൻഡഡ് ഷെഡ്യൂൾ. ആണ് പറയുന്നത്, കംപ്ലീറ്റ് ദ ട്രീറ്റ്മെന്റ്സ് ആസ് പെർ ടു ദ റെക്കമെൻഡഡ് ഷെഡ്യൂൾ അല്ലെ. അതായത് നമ്മുടെ ഡോക്ടർ ശുപാർശ ചെയ്യുന്ന ഷെഡ്യൂൾ അനുസരിച്ച് കൃത്യമായിട്ട് ട്രീറ്റ്മെന്റുകൾ കംപ്ലീറ്റ് ചെയ്യുക അല്ലെ. നമ്മൾക്കറിയാം, ഓരോ രോഗിയുടെയും ആ ഒരു പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് ഡോക്ടർ പറയുന്നത് അല്ലെ. ചിലപ്പോൾ ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഡയാലിസിസ് ചെയ്യേണ്ടതായിട്ട് വരും. ചില ആളുകൾക്ക് 1 പ്രാവശ്യം ചെയ്താൽ മതിയാകും. അതൊക്കെ ആ ഒരു പേഷ്യന്റിന്റെ ഹെൽത്ത് കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഡോക്ടർ പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഡോക്ടർ ഷെഡ്യൂൾ ചെയ്യുന്ന, ഡോക്ടർ റെക്കമെൻഡ് ചെയ്യുന്ന ഷെഡ്യൂൾ അനുസരിച്ച് കൃത്യമായിട്ട് ഡയാലിസിസ് ട്രീറ്റ്മെന്റുകൾ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് എസ് എ പേഷ്യന്റ് എന്നുള്ള രീതിയിലുള്ള ഉത്തരവാദിത്വമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ഡയാലിസിസിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ 2-3 പ്രാവശ്യം ചെയ്യേണ്ട കാര്യം 1 പ്രാവശ്യം ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല, കാര്യമില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. കംപ്ലീറ്റ് ദ ട്രീറ്റ്മെന്റ്സ് ആസ് പെർ ടു ദ റെക്കമെൻഡഡ് ഷെഡ്യൂൾ. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, അബയുടെ കസ്റ്റമൈസ്ഡ് ഈറ്റിംഗ് പ്ലാൻ റെക്കമെൻഡഡ് ബൈ ദ ഡയറ്റീഷ്യൻ. ഇതാണ് അബയുടെ കസ്റ്റമൈസ്ഡ് ഈറ്റിംഗ് പ്ലാൻ റെക്കമെൻഡഡ് ബൈ ദ ഡയറ്റീഷ്യൻ. അതായത് ഡയറ്റീഷ്യൻ ശുപാർശ ചെയ്യുന്ന കൃത്യമായിട്ടുള്ള ഒരു ഈറ്റിംഗ് പ്ലാൻ, കൃത്യമായിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ പാലിക്കുക. അത് തന്നെ അബൈഡ് ചെയ്യാന്ന് വെച്ചാൽ പാലിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അബൈഡ് മീൻസ് പാലിക്കുക എന്നുള്ള അർത്ഥമാണ്. ഇനി നമ്മൾ ഡയറ്ററി സർവീസിനെ പറ്റിയൊക്കെ നിങ്ങൾ പഠിക്കും. അതിനകത്ത് റീനൽ ഡയറ്റ് എന്ന് പറഞ്ഞ് ഉണ്ട്. ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ. റീനൽ ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഈ വൃക്കരോഗികൾ അവർ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ളൊരു ഡയറ്റ് പ്ലാൻ ആണ് റീനൽ ഡയറ്റ് എന്ന് പറയുന്നത്. കാര്യം അവർക്ക് എല്ലാ തരത്തിലും പെട്ട ഫുഡ് അങ്ങനെ കഴിക്കാനായിട്ട് പറ്റില്ല. അവരുടെ ഡയറ്റ് പ്ലാൻ റീനൽ ഡയറ്റ് എന്നാണ് പൊതുവെ പറയുക. അപ്പൊ ആ രീതിയിൽ ഡയറ്റീഷ്യൻ കൃത്യമായിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന പ്ലാൻ പ്രകാരമുള്ള ആ ഒരു ഡയറ്റ് ഹാബിറ്റ് അവർ എന്ത് ചെയ്തിരിക്കണം, പാലിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ ഏറ്റവും ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ.
പിന്നെ നോക്കൂ, ഗെറ്റ് ആസ് മച്ച് ഫിസിക്കൽ ആക്ടിവിറ്റി ആസ് പോസിബിൾ ടു ഇംപ്രൂവ് യുവർ സ്ട്രെങ്ത് ആൻഡ് ഹാർട്ട് ഹെൽത്ത്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്ട്രെങ്ത് അല്ലെ, ഒരു പേഷ്യന്റിന്റെ സ്ട്രെങ്ത്, അവരുടെ ആ ഒരു സ്ട്രെങ്ത്തും അവരുടെ ഹാർട്ടിന്റെ ഹെൽത്തും ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നതിന് കഴിയാവുന്ന വ്യായാമങ്ങളിലൊക്കെ ഏർപ്പെടണം. അത് ഡോക്ടർ പറയും. അതിനനുസരിച്ച് കൃത്യമായിട്ടുള്ള വ്യായാമങ്ങളിൽ അവര് ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ അവർ ഇൻവോൾവ് ചെയ്യുന്നത് അല്ലെ, കുറെ കൂടെ അവരുടെ സ്ട്രെങ്ത് മെയിൻറ്റെയിൻ ചെയ്യാനും ഹാർട്ടിന്റെ ഹെൽത്ത് ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടർ പറയുന്ന പ്രകാരമുള്ള കഴിയാവുന്ന ഫിസിക്കൽ ആക്ടിവിറ്റികളിലൊക്കെ അവര് ഇൻവോൾവ് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, പിന്നെ പറയുന്നത് എന്താണ്? കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഡയാലിസിസ് പ്രൊവൈഡർ ആൻഡ് ഫാർമസിസ്റ്റ് അബൌട്ട് എനി മെഡിക്കേഷൻസ്, സപ്ലിമെന്റ്സ് ഓഫ് ഹെർബൽ പ്രോഡക്ട്സ് യു ആർ ടേക്കിംഗ് ഓർ ആർ കൺസിഡറിങ് സ്റ്റാർട്ടിങ്. അതെന്താണ് ഇവിടെ പറയുന്നത്? അതായത് നിങ്ങൾക്ക് നിലവിൽ കഴിക്കുന്ന മരുന്നുകളോ അല്ലെങ്കിൽ മെഡിക്കേഷൻസ് ആണോ മറ്റെന്തെങ്കിലും സപ്ലിമെന്റ്സ് ആയിക്കോട്ടെ, ഇനി നമ്മൾ കഴിക്കാൻ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള എന്തെങ്കിലും ഇപ്പൊ ഹെർബൽ പ്രോഡക്റ്റുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ പറ്റിയുള്ള വിവരങ്ങൾ ഡയാലിസിസ് പ്രൊവൈഡർ അല്ലെങ്കിൽ ഫാർമസിസ്റ്റുമായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ എടുത്ത് മരുന്ന് കഴിക്കുക, മറ്റുള്ള സപ്ലിമെന്റ്സ് കഴിക്കുകയല്ല വേണ്ടത്. നമുക്ക് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സുമായിട്ട് കറക്റ്റ് ആയിട്ട് അങ്ങനെയുള്ള വിവരങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഞാൻ ഇന്ന മരുന്നുകൾ കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ന മരുന്ന് ഞാൻ കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ അവരുമായിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. അതിനുശേഷം മാത്രമേ മരുന്നുകൾ കഴിക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ. ഓക്കെ, പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാല് ടോക്ക് വിത്ത് ഡയാലിസിസ് ടീം അബൌട്ട് എനി ആൻസൈറ്റി ഓർ സൈഡ് ഇഫക്ട്സ് ദാറ്റ് യു മേ ഹാവ്. അത് മാത്രമല്ല, ഇപ്പൊ നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും സൈഡ് ഇഫക്റ്റുകൾ നമുക്ക് അറിയാലോ. നമ്മുടെ ചികിത്സയുടെ ഭാഗമായിട്ട് നമുക്ക് പല രീതിയിലുള്ള ആൻസൈറ്റികളും സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഡയാലിസിസ് ടീമുമായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ്, അവരോട് നമ്മൾ ഷെയർ ചെയ്യുക അല്ലെ. കാര്യം നമുക്കറിയാം, നമ്മൾ അസുഖം വരുന്ന സമയത്ത് നമ്മൾ ശാരീരികമായിട്ട് മാത്രമല്ല നമ്മൾ ക്ഷീണിക്കുന്നത് അല്ലെ, മാനസികമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുകളുള്ള ഒരു ടൈമാണ്. നമ്മുടെ ഹെൽത്ത് ഓക്കെ അല്ലാതിരിക്കുമ്പോൾ മാനസികമായിട്ട് നമ്മൾ ഒരുപാട് തളരും. മാനസികമായിട്ട് തളർന്ന ശാരീരികമായിട്ട് ഒന്നും കൂടെ നമ്മൾ വീക്കാവും. അപ്പൊ എന്ത് അതിനെ സംബന്ധിച്ച് നമുക്ക് സ്ട്രെസ്സും ആൻസൈറ്റി ഒക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ ഡയാലിസിസ് ടീമുമായിട്ട് അവരോട് സംസാരിക്കേണ്ടത് അത്യാവശ്യമാണ്. പറഞ്ഞ് മനസ്സിലായാലും ഇതൊക്കെ പറഞ്ഞ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഡയാലിസിസ് എടുക്കുന്ന സമയത്ത് ഡയാലിസിസ് ട്രീറ്റ്മെന്റിന്റെ ആ ഒരു ഇഫക്റ്റീവ്നെസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എസ് എ പേഷ്യന്റ് എന്നുള്ള രീതിയിൽ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞത് കേട്ടോ. ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഡോക്ടർ ശുപാർശ ചെയ്യുന്ന ഷെഡ്യൂൾ അനുസരിച്ച് കൃത്യമായിട്ട് ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുക. അതുപോലെ ഡയറ്റീഷ്യൻ റെക്കമെൻഡ് ചെയ്യുക കൃത്യമായിട്ടുള്ള ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുക. പിന്നെ കഴിയാവുന്ന നമ്മുടെ ഫിസിക്കൽ സ്ട്രെങ്ത്, നമ്മുടെ ഹാർട്ട് ഹെൽത്ത് ഒക്കെ എന്താ പറയാ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കഴിയാവുന്ന ഫിസിക്കൽ ആക്ടിവിറ്റീസ് അല്ലെ, ശാരീരിക വ്യായാമങ്ങളിൽ ഏർപ്പെടുക. അതുപോലെ തന്നെ നമ്മൾ ഇപ്പൊ നിലവിൽ കഴിക്കുന്നതോ നമ്മൾ എടുക്കുന്നതോ ആയിട്ടുള്ള മെഡിക്കേഷൻസ്, സപ്ലിമെന്റ്സ് അല്ലെങ്കിൽ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള എന്തെങ്കിലും ഹെർബൽ പ്രോഡക്റ്റുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ ഡയാലിസിസ് ടീമുമായിട്ട് മാത്രമല്ല ഫാർമസിസ്റ്റുകളുമായിട്ടും അതിനെപ്പറ്റി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് ചികിത്സാ സംബന്ധമായിട്ട് എന്തെങ്കിലും സൈഡ് ഇഫക്റ്റുകളോ മറ്റെന്തെങ്കിലും ആൻസൈറ്റിയോ സ്ട്രെസ്സോ കൺസേൺസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഡയാലിസിസ് ടീമുമായിട്ട് നല്ല രീതിയിൽ സംസാരിച്ച് നമ്മൾ അതിനൊരു പരിഹാരമൊക്കെ കണ്ടെത്താനായിട്ട് നോക്കുക കേട്ടോ. ഇതൊക്കെയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ. ക്ലിയർ ആയല്ലോ? പറഞ്ഞത് മനസ്സിലായാലും എടുക്കുന്നുണ്ട്. അടുത്തതാണ് ആഫ്റ്റർ ഇഫക്റ്റ് കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇവിടെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ആഫ്റ്റർ ഇഫക്റ്റ്, ബോത്ത് കൈൻഡ്സ് ഓഫ് ഡയാലിസിസ് കം വിത്ത് സൈഡ് ഇഫക്റ്റ് അല്ലെ. ഇപ്പൊ രണ്ട് ഡയാലിസിസ്, നമ്മുടെ ഹീമോ ഡയാലിസിസ് ആണെങ്കിലും പെരിറ്റോണിയൽ ഡയാലിസിസ് ആണെങ്കിലും അതിന് അതിൻ്റെതായ സൈഡ് ഇഫക്റ്റുകളും കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും നമ്മള് അലോപ്പതിക് മെഡിസിൻ ആണെങ്കിലും അതിൻ്റെതായ സൈഡ് ഇഫക്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. It can also be difficult to tell surely whether its symptom is because of dialysis or the kidney failure that is also affecting the body. Some of the most common after effect that people tell of include. അപ്പോൾ സാധാരണയായിട്ട് പൊതുവെ കണ്ടുവരുന്ന ചില സൈഡ് ഇഫക്റ്റുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പ്രത്യേകം തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഹീമോ ഡയാലിസിസിന് പൊതുവെ വരുന്ന സൈഡ് ഇഫക്റ്റുകൾ, പെരിറ്റോണിയൽ ഡയാലിസിസിന് പൊതുവെ വരുന്ന സൈഡ് ഇഫക്റ്റുകൾ അതിന് പ്രത്യേകം സ്പെസിഫൈ ചെയ്ത് അവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. താഴെ തന്നിരിക്കുന്നുണ്ട് ഹീമോ ഡയാലിസിസിന്റെ സൈഡ് ഇഫക്റ്റിൽ ഉൾപ്പെടുന്നത് ഏതാണ്, അല്ലെങ്കിൽ പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ സൈഡ് ഇഫക്റ്റിൽ ഉൾപ്പെടുന്നത് ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസ്ഡ് ആവരുത് കേട്ടോ. ആ രീതിയിൽ നിങ്ങളത് പഠിച്ചു വെക്കാം. ഫസ്റ്റ് വരുന്നത് ഏതാണെന്ന് വെച്ചാൽ, പിന്നെന്ന് പറഞ്ഞാല് നമ്മള്
ഈ സിംറ്റം എന്ന് പറയുന്നത് രണ്ട് കാരണങ്ങളാവാം. ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ ഡയാലിസിസ് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് വരുന്ന സിംറ്റം ആവാം, അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ കൊണ്ട് വരുന്ന സിംറ്റം ആയിരിക്കും. അതിൽ ഏതാണെന്നുള്ളത് നമുക്ക് കറക്റ്റ് ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യുന്ന ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും പൊതുവെ കണ്ടുവരുന്ന സൈഡ് ഇഫക്റ്റുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ പറയുന്നത് HD ആണ്, ഹീമോഡയാലിസിന്റെ സൈഡ് ഇഫക്റ്റുകളാണ്. ഒന്നാമത്തെ പോയിന്റ് നോക്കിയേ, ഹീമോഡയാലിസിസ് എന്താണെന്നൊക്കെ ഉള്ളത് നമുക്കറിയാം അല്ലെ. അതിന്റെ സൈഡ് ഇഫക്റ്റ് പറയുന്നത് ഇതൊക്കെയാണ്: സ്റ്റോപ്പേജ് ഇൻ യുവർ വാസ്കുലർ ആക്സസ് സൈറ്റ്, ദാറ്റ് മീൻസ് എൻട്രൻസ് പോയിന്റ്. അതായത് നമ്മൾ വാസ്കുലർ ആക്സസ് സൈറ്റുകളിൽ ക്രിയേറ്റ് ചെയ്യുമല്ലോ, ഫിസ്റ്റുല, ഗ്രാഫ്റ്റ്, കത്തീറ്റർ എന്നൊക്കെ പറയുന്നത്. അത്തരത്തിലുള്ള വാസ്കുലർ ആക്സസ് സൈറ്റില് ബ്ലോക്കേജ് വരാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഒരുപാടല്ല, എങ്കിലും അതൊരു റിസ്ക് ചാൻസ് ആണ്. സ്റ്റോപ്പേജ് അഥവാ ബ്ലോക്കേജ് ഇൻ യുവർ വാസ്കുലർ ആക്സസ് സൈറ്റ്. നമ്മുടെ വാസ്കുലർ ആക്സസ് സൈറ്റ് ഫിസ്റ്റുല ആവാം, ഗ്രാഫ്റ്റ് ആവാം, കത്തീറ്റർ ആവാം. അപ്പൊ നമ്മൾ ഈ ആ ഓപ്പണിങ്ങിന്റെ ഭാഗത്ത് ഒരു പക്ഷെ വല്ല ബ്ലഡ് ക്ലോട്ട് ആവുക അതെന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള ചാൻസ് ഒരുപാടുണ്ടെന്നല്ല, എങ്കിലും ഉണ്ട്, ചാൻസ് ഉണ്ട്, റിസ്ക് ഉണ്ട്. അതൊരു സൈഡ് ഇഫക്റ്റ് ആയിട്ടാണ് പറയുന്നത് കേട്ടോ. സ്റ്റോപ്പേജ് ഇൻ യുവർ വാസ്കുലർ ആക്സസ് സൈറ്റ് കേട്ടോ. എൻട്രൻസ് പോയിന്റിൽ ഉണ്ടാവുന്ന ഒരു സ്റ്റോപ്പേജ്, ദാറ്റ് മീൻസ് ബ്ലോക്കേജ്. രണ്ടാമത്തത് മസ്കുലർ സ്പാസം ആണ്. മസ്കുലർ സ്പാസം എന്ന് പറഞ്ഞാല് പേശി വലിവാണ് കേട്ടോ. അത് തന്നെ കറക്റ്റ് ആണ് കേട്ടോ നൻസിയ, പേശി വലിവാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കഴിയാവുന്ന ഫിസിക്കൽ ആക്ടിവിറ്റിയിലും മറ്റുമൊക്കെ ഇൻവോൾവ് ചെയ്യണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ്, കാര്യം ആ ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാനായിട്ടാണ് കേട്ടോ. പേശി വലിവുകൾ ഉണ്ടാവും. പിന്നെ വരുന്നത് ഹൈപ്പോ ടെൻഷൻ ആണ് കേട്ടോ. ഹൈപ്പോ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ലോ ബ്ലഡ് പ്രഷർ ആണ്. ഞാൻ പറഞ്ഞിരുന്നു, ഏത് വാക്കിന്റെ കൂടെ ഹൈപ്പർ എന്ന് ചേർക്കുമ്പോൾ ഹൈ ലെവൽ, ഹൈപ്പർ ഹൈ ലെവലാണ്, ഹൈപ്പോ എന്നാണെങ്കിൽ ലോ ലെവലാണ്, ലോ BP. അത് തന്നെ ശരണ്യ. ഹൈപ്പോ ടെൻഷൻ എന്ന് വെച്ചാൽ ലോ ബ്ലഡ് പ്രഷർ ആണ് കേട്ടോ. ബ്ലഡ് പ്രഷർ താഴ്ന്നു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ വരുന്നത് വീക്ക്നെസ്, ഡിസ്നെസ് ഓർ നോസിയ. വീക്ക്നെസ് അറിയാലോ, ബലഹീനത. അതുപോലെ തന്നെ ഡിസ്നെസ് എന്ന് പറഞ്ഞ ഒരു തരം തലകറക്കം, അത് തന്നെ. നൗസിയ എന്ന് പറഞ്ഞ ഓക്കാനം, നമുക്കൊരു വൊമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ ഉണ്ടാകും കേട്ടോ. പിന്നെ വരുന്നത് ബ്ലഡ് ലോസ് ആണ്. ബ്ലഡ് ലോസ് കാരണം നമ്മൾ ഹീമോഡയാലിസിസ് ഒക്കെ ചെയ്യുമ്പോൾ ബ്ലഡിനെ നമ്മൾ വെളിയിലോട്ടൊക്കെ എടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരുപാട് അങ്ങനെ സംഭവിച്ചിട്ടല്ല, എങ്കിലും ബ്ലഡ് ലോസിനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ് കേട്ടോ. ഇതാണ് പൊതുവായിട്ട് ഹീമോഡയാലിസിസിൽ കണ്ടുവരുന്ന സൈഡ് ഇഫക്റ്റുകൾ. ഇതൊക്കെയാണ്. എന്തൊക്കെയാണ്? സ്റ്റോപ്പേജിന്റെ വാസ്കുലർ ആക്സസ് സൈറ്റിൽ ഉണ്ടാകുന്ന ബ്ലോക്കേജുകൾ, മസ്കുലർ സ്പാസം പേശി വലിവ്, ഹൈപ്പോ ടെൻഷൻ ദാറ്റ് മീൻസ് ലോ ബ്ലഡ് പ്രഷർ ആണ് കേട്ടോ, ലോ BP ആണ്. പിന്നെ വീക്ക്നെസ്, ഡിസ്നെസ് ആൻഡ് നോസിയ കേട്ടോ. വീക്ക്നെസ് എന്ന് വെച്ചാൽ ബലഹീനത, അറിയാത്തവരെ എഴുതി വെക്കണം കേട്ടോ. ഡിസ്നെസ് എന്ന് പറഞ്ഞാൽ തലകറക്കമാണ്. നോസിയ മീൻസ് ഓക്കാനമാണ് കേട്ടോ, വോമിറ്റിംഗ് ടെൻഡൻസി ആണ്. ബ്ലഡ് ലോസ്. ഓക്കെ, അടുത്തതാണ് PD, പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ സൈഡ് ഇഫക്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. അതിന്റെ സൈഡ് ഇഫക്റ്റിൽ ഒന്നാണ് ഹെർണിയ കേട്ടോ. എന്താണ് ഹെർണിയ? കുടലിറക്കം എന്നൊക്കെയാണ് നമ്മൾ പറയുക, കുടലിറക്കം കേട്ടോ. ഹെർണിയ എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതിയിട്ടുണ്ട്, വീക്ക്നെസ് ഇൻ യുവർ അബ്ഡോമൻ മസിൽ ഓഫൻ പ്രസന്റിംഗ് എസ് എ ലംപ് ഓർ എ സ്വാളൻ. ഓക്കെ, ആ കോൾഡ് ഹെർണിയ കേട്ടോ. അതായത് നമ്മുടെ പെരിറ്റോണിയൽ ഡയാലിസിസിൽ എന്താ നമ്മൾ ചെയ്യുന്നത്? വാസ്കുലർ ആക്സസ് സൈറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ശ്രീലക്ഷ്മി ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ? വാസ്കുലർ ആക്സസ് സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് വാസ്കുലർ ആക്സസ് സൈറ്റ്? പറഞ്ഞു കൊടുത്തേ, എന്താണ് വാസ്കുലർ ആക്സസ് സൈറ്റ്? അറിയാവുന്നവര് പറഞ്ഞു കൊടുക്കൂ. എന്താണ് വാസ്കുലർ ആക്സസ് സൈറ്റ്? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. എന്താണ്? ഓപ്പണിംഗ് ആണ് അല്ലെ. നമ്മുടെ വൺ ഓഫ് ദ ബ്ലഡ് വെസലിൽ നമ്മളൊരു ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്യാണ്. അതിലൂടെയാണ് നമ്മൾ ബ്ലഡിന്റെ പുറത്തോട്ട് നമ്മൾ എടുക്കുന്നതും തിരിച്ച് കയറ്റി വിടുന്നതും ആ ഒരു ഓപ്പണിങ്ങിലൂടെയാണ് കേട്ടോ. ശ്രീലക്ഷ്മി ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ കഴിഞ്ഞ ദിവസം? ലീവായിരുന്നോ? ആബ്സെന്റ് ആയിരുന്നോ? ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളിൽ മുഴുവൻ വാസ്കുലർ ആക്സസ് സൈറ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. ഓക്കെ, വാസ്കുലർ ആക്സസ് സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓപ്പണിംഗ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ് അല്ലെ. ഹീമോഡയാലിസിസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ബ്ലഡിനെ പൂർണ്ണമായിട്ടും നമ്മൾക്ക് ശരീരത്തിന് വെളിയിലോട്ട് കൊണ്ടുവരണമെങ്കിൽ നമുക്കൊരു ഓപ്പണിംഗ് വേണ്ടേ? ആ ഒരു ഓപ്പണിങ്ങിലൂടെയാണ്, ആ ഓപ്പണിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വാസ്കുലർ ആക്സസ് സൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് PDയുടെ പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ സൈഡ് ഇഫക്റ്റ് ആണ് കേട്ടോ. ഹെർണിയ എന്ന് പറഞ്ഞാൽ എന്താണ്?
ഉടലിറക്കമാണ് കേട്ടോ. അതായത് നമുക്കറിയാം പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഫ്ലൂയിഡിനെ പെരിറ്റോണിയൽ ക്യാവിറ്റിക്കകത്തേക്ക് നിറയ്ക്കുന്നുണ്ട്. നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റിക്കകത്തേക്കാണ് നിറയ്ക്കുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ ഒരു പ്രഷർ വരും. നമ്മൾ 2-3 ഒരുപാട് പ്രാവശ്യം എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റിക്കകത്ത് ഒരു പ്രഷർ വരുന്നുണ്ട് അല്ലെ. അതുപോലെ എന്തുണ്ടാവും, അബ്ഡോമിനൽ മസിൽസ് ഒക്കെ വളരെയധികം വീക്ക് ആവാനായിട്ട് തുടങ്ങും. അത് വീക്ക് ആവാൻ നിങ്ങൾ തൂങ്ങാനുള്ള ഒരു ടെൻഡൻസി, അതായത് താഴേക്ക് ഇറങ്ങാനുള്ള ഒരു ടെൻഡൻസി, അതാണ് അവർ പറഞ്ഞത് ഓഫൺ പ്രസന്റിങ് എസ് എ ലംബ്. ലംബ് എന്ന് വെച്ചാൽ ഒരു മുഴ പോലെ, ഒരു സ്വെല്ലിംഗ് ഒക്കെ പോലെ വരാനായിട്ട് തുടങ്ങും. ഓക്കെ, ആ ഒരു അവസ്ഥയാണ് ഹെർണിയ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഹെർണിയ ഈസ് ദ വൺ ഓഫ് ദ സൈഡ് ഇഫക്ട് ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ ഒരു സൈഡ് ഇഫക്റ്റ് ആണ് കേട്ടോ. പിന്നെ പറയുന്നത് വെയിറ്റ് ഗെയിൻ ആണ്. അതായത് ശരീരഭാരം കൂടാനായിട്ട് തുടങ്ങും. ഫ്ലൂയിഡ് ഒക്കെ നമ്മുടെ ശരീരത്തിനകത്തേക്ക് കയറ്റാണല്ലോ പെരിറ്റോണിയൽ ഡയാലിസിസ്. സ്വാഭാവികമായിട്ട് നമ്മുടെ ബോഡി വെയിറ്റ് ഇങ്ങനെ ചെറുതായിട്ട് ഗെയിൻ ചെയ്യാനായിട്ട് തുടങ്ങും കേട്ടോ. വെയിറ്റ് ഗെയിൻ അതിന്റെ ഒരു സൈഡ് ഇഫക്റ്റ് ആയിട്ടാണ് പറയുന്നത്. ക്ലിയർ ആയോ? ഇത് രണ്ടും നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചു വെക്കുന്നു കേട്ടോ. അപ്പൊ ഹീമോഡയാലിസിസിന്റെ സിംറ്റംസുകൾ എന്തൊക്കെയാ പറഞ്ഞത് നമ്മള്? ഒന്ന് സ്റ്റോപ്പേജ് ഇൻ വാസ്കുലർ എക്സസൈസ്, മസ്കുലാർ സ്പാസം, hypotension, that means low BP, weakness, dizziness, nausea and blood loss. അല്ലെ? പെരിറ്റോണിയൽ ഡയാലിസിസ് 2 പോയിന്റ് ഓർത്താൽ മതി. ഒന്ന്, വയറിനകത്തേക്ക് നമ്മൾ ഈ ഫ്ലൂയിഡ് നിറയ്ക്കുന്നത് കൊണ്ട് തന്നെ ഹെർണിയ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ വെയിറ്റ് ഗെയിൻ ഉള്ള ചാൻസും കൂടുതലാണ് കേട്ടോ. ഓക്കെ, even though these after effects may sound terrifying, they should be compared to the risk that arises from continuing to live with the untreated kidney failure. ഇത് വേറെ ഒന്നുമല്ല, നമുക്ക് ഈ ഒരു സൈഡ് എഫക്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഒരു എന്താ പറയുക ബുദ്ധിമുട്ട് മനസ്സിലാവുന്നുണ്ട് അല്ലെ. പക്ഷെ എങ്കിലും നമ്മളൊരു ട്രീറ്റ്മെന്റ് എടുക്കാതെ, നമ്മൾ ഒരു കിഡ്നി ഫെയിലിയർ ആയി കഴിഞ്ഞാല് ശരിയായ ട്രീറ്റ്മെന്റ് എടുക്കാതെ നമ്മൾ ജീവിതം മുന്നോട്ട് പോകുന്നതിനേക്കാളും അപകടമില്ല ഈ പറയുന്ന സൈഡ് ഇഫക്റ്റുകൾ കേട്ടോ. കാരണം സൈഡ് ഇഫക്റ്റ് കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള സൈഡ് ഇഫക്റ്റുകളാണ്. പക്ഷെ നമ്മള് ഒരു കിഡ്നി ഫെയിലിയർ വന്നിട്ട് നമ്മൾ ശരിയായ ട്രീറ്റ്മെന്റ് എടുക്കാതെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് ഇതിനും വലിയ കഷ്ടമായിരിക്കും നമുക്ക് വരാനായിട്ട് നോക്കിയിട്ട്. അപ്പൊ അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ദെൻ അടുത്തത് ഡയാലിസിസ് സെന്റർ കേട്ടോ. എന്താണ് ഡയാലിസിസ് സെന്റർ എന്ന് പറയുന്നത്? പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, ഡയാലിസിസ് മാത്രം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു സെന്ററാണ് അല്ലെ ഡയാലിസിസ് സെന്റർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ, എന്താണ് ഡയാലിസിസ് സെന്റർ. ആദ്യത്തെ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണം കേട്ടോ. ഇറ്റ് ഈസ് എ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് that treats the patient with the renal failure. അറിയാലോ, അതായത് വൃക്ക സംബന്ധമായിട്ടുള്ള തകരാറുകൾ സംഭവിച്ച രോഗികൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഒരു ക്ലിനിക്കൽ സ്ഥാപനമാണ് ഡയാലിസിസ് സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നോക്കാം, sometimes the patients with normal renal functions also need hemodialysis like patients with some poisoning. അപ്പോ ചില സിറ്റുവേഷനിൽ നോർമൽ റീനൽ ഫംഗ്ഷൻ ഉള്ള ആളുകൾക്ക്, അതായത് ഓൾറെഡി കിഡ്നി പ്രോബ്ലംസോ കാര്യങ്ങളോ ഒന്നുമില്ല എങ്കിലും ചില സിറ്റുവേഷനിൽ നമുക്ക് ഹീമോഡയാലിസിസ് ആവശ്യമായിട്ട് വരും. അത് വേറെ ഒന്നും ഉണ്ടല്ലോ, ഇപ്പൊ പോയിസണിങ് ഒക്കെ, ഇപ്പൊ വിഷം കഴിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വളരെ സിവിയർ ആയിട്ടുള്ള പോയിസണിങ് ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ബ്ലഡ് പ്യൂരിഫൈ ചെയ്യേണ്ടതായിട്ട് വരും. അവർക്ക് ശരിക്കും വൃക്കതകരാറ് ഉണ്ടായിട്ടല്ല ചെയ്യേണ്ടത്, പക്ഷെ ഈ പോയിസണിങ് ഒക്കെ നമ്മുടെ ശരീരത്തിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ വിഷമൊക്കെ കഴിക്കുന്ന ആളുകളൊക്കെ ഇല്ല, അങ്ങനെയുള്ളവരുടെയൊക്കെ ജീവൻ രക്ഷിക്കാനൊക്കെ ആയിട്ട് നമുക്ക് ബ്ലഡ് പ്യൂരിഫൈ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ നോർമൽ റീനൽ ഫങ്ഷൻസ് ഉള്ള ആളുകൾക്കും ചില സിറ്റുവേഷനുണ്ട്. ആ സിറ്റുവേഷനാണ് അവർ പറഞ്ഞത് പേഷ്യന്റ് വിത്ത് സം പോയിസണിങ് സിറ്റുവേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഹീമോഡയാലിസിസ് അവിടെ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഇനി നോക്കാം, ദ ഡയാലിസിസ് സെന്റർ may act either or both inpatients and outpatients. ഓക്കെ, ഡയാലിസിസ് സെന്റർ എന്ന് പറയുമ്പോൾ അത് ശരിക്കും ഒരു ഇൻപേഷ്യന്റ് സർവീസ് സെന്റർ ആയിട്ടും ഔട്ട് പേഷ്യന്റ് സെന്റർ ആയിട്ടും പ്രവർത്തിക്കുന്ന ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. എന്ന് പറഞ്ഞാല് ഇപ്പൊ നമുക്ക് അഡ്മിറ്റ് ആയിട്ട് കിടക്കേണ്ട പേഷ്യൻസ്, അഡ്മിറ്റ് ആവേണ്ട ഒരു സാഹചര്യം ഉള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ അവർ അഡ്മിറ്റ് ചെയ്ത് തന്നെ നമ്മൾ അവരുടെ ഡയാലിസിസ് ട്രീറ്റ്മെന്റ് കൊടുക്കും. ഇനി അതല്ല, അഡ്മിറ്റ് ആവാതെ ഔട്ട് പേഷ്യന്റ് അടിസ്ഥാനത്തിൽ വന്ന് കൺസൾട്ടിങ് കഴിഞ്ഞ് ഡയാലിസിസ് ചെയ്തു പോകുന്ന ആളുകളും ഉണ്ടാക്കി. അപ്പൊ രണ്ട് ഫെസിലിറ്റികൾക്കും ഒരുപോലെ ആക്ട് ചെയ്യുന്ന ഒരു സെന്റർ ആണ്. ഇൻപേഷ്യന്റ് സേവനങ്ങളും അവിടെ കൊടുക്കുന്നുണ്ട്, ഔട്ട് പേഷ്യന്റ് സേവനങ്ങളും ഇത് കൊടുക്കുന്നുണ്ട്, ഡയാലിസിസ് സെന്റർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതെന്തിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നാ പറയുന്നത്? റിലൈങ് ഓൺ ദ മെഡിക്കൽ ഫെസിലിറ്റി ടൈപ്പ് ആൻഡ് മേ പ്രൊവൈഡ് സെൽഫ് ഡയാലിസിസ് ട്രെയിനിങ് ആൻഡ് ഫോർ പെരിറ്റോണിയൽ ഡയാലിസിസ് ബിസൈഡ്സ് ടു ഹീമോഡയാലിസിസ്. അത് മാത്രമല്ല, ഒരുപാട് സേവനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് രോഗികൾക്ക് സെൽഫ് ഡയാലിസിസ് നടത്തുന്നതിനുള്ള ട്രെയിനിങ്. അതായത് ഇപ്പൊ പെരിറ്റോണിയൽ ഡയാലിസിസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള പെരിറ്റോണിയൽ ഡയാലിസിസ്,
പോലെയുള്ള സെൽഫ് ഡയാലിസിസ് ട്രെയിനിങ് ഒക്കെ അത്തരത്തിലുള്ള പരിശീലനങ്ങളും ഇത്തരം സെന്ററുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അപ്പൊ എന്താണ് ഡയാലിസിസ് സെന്റർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, റീനൽ ഫെയിലിയർ ആയിട്ടുള്ള രോഗികൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഒരു ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. അപ്പോ ഇവിടെ എന്ന് പറയുന്നത് ഒരു ഇൻപേഷ്യന്റ് അടിസ്ഥാനത്തിലും ഔട്ട് പേഷ്യന്റ് അടിസ്ഥാനത്തിലും സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. അപ്പൊ അത് ഓരോ രോഗികളും ഏത് ടൈപ്പ് ഡയാലിസിസ് ആണ് ചെയ്യുന്നത് അതിനെ ആശ്രയിച്ചിരിക്കും. അത് മാത്രമല്ല പെരിറ്റോറിയൽ ഡയാലിസിസ് ഒക്കെ പോലെയുള്ള സെൽഫ് എന്താ പറയുക ഡയാലിസിസ് ട്രെയിനിങ്ങും പരിശീലനങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഒക്കെ ഈ ഒരു സെന്റർ ആളുകൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ, അടുത്തത് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർമെന്റ് ആണ് കേട്ടോ. ഒരു ഡയാലിസിസ് റൂമില് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, ഒരു ഡയാലിസിസ് ഏരിയയിൽ ഉണ്ടായിരിക്കേണ്ട അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയായിരിക്കും? ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ സൗകര്യങ്ങളാണ് കേട്ടോ. അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയായിരിക്കണം എന്നാണ് ഇനി പറയുന്നത്. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, ദ ഡയാലിസിസ് ഏരിയ ഷുഡ് ബി പ്രൊവൈഡഡ് വിത്ത് എയർ കണ്ടീഷനിങ്. ഫസ്റ്റ് പോയിന്റ് ആണ് കേട്ടോ. ഡയാലിസിസ് ഏരിയ ഷുഡ് ബി പ്രൊവൈഡഡ് വിത്ത് എയർ കണ്ടീഷനിങ്. ഡയാലിസിസ് ഏരിയ എന്തായിരിക്കണം? എയർ കണ്ടീഷനിങ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, AC പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അല്ലെ ഒരു ഡയാലിസിസ് ഏരിയയിൽ. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ AC പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് വന്നിട്ട് നമ്മുടെ രോഗിയുടെ കംഫർട്ട് അല്ലെ, അവരുടെ ഒരു കംഫർട്ടിന് വേണ്ടി, അവരുടെ ഒരു സേഫ്റ്റിക്ക് കൂടെ വേണ്ടിയിട്ടാണ് അല്ലെ. പിന്നെ മാത്രമല്ല നമുക്ക് ഈ പറയുന്ന AC പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവിടെ കണ്ടിന്യൂസ് ആയിട്ട് എയർ ഫിൽട്രേഷൻ നടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെ എയർ ഫിൽട്ടർ ചെയ്യുമ്പോൾ നമുക്ക് ഈ പറയുന്ന ഇൻഫെക്ഷൻസിനൊക്കെ നമുക്ക് ഒരു പരിധി വരെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. ഈ മൈക്രോ ഓർഗാനിസംസ് മൂലം ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. കാര്യം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എയർ ഇങ്ങനെ ഫിൽട്രേഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ഇൻഫെക്റ്റീവ് സിറ്റുവേഷൻസിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ രോഗിയുടെ കംഫർട്ട്, അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. മോർ ഓവർ അവിടെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റുകളുടെ എന്താണ് സേഫ്റ്റിക്ക് കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ AC പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. AC പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ആ ഒരു ഡയാലിസിസ് ഏരിയയുടെ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി അതൊക്കെ ബാലൻസ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ അവിടെ എന്ത് പ്രൊവൈഡ് ചെയ്തിരിക്കണം? AC നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കണം. ക്ലിയർ ആയി പറഞ്ഞത്. അപ്പൊ പല കാരണങ്ങളുണ്ട്. വെറുതെ ഒരു AC തണുപ്പിന് വേണ്ടി മാത്രമല്ല അവിടെ കൊടുക്കുന്നത് കേട്ടോ. രോഗിയുടെ കംഫർട്ടിനും സേഫ്റ്റിക്കും വേണ്ടിയിട്ടാണ്. പിന്നെ AC ഉപയോഗിക്കുമ്പോൾ എയർ ഫിൽട്രേഷൻ കണ്ടിന്യൂസ് നടക്കുമ്പോൾ നമുക്ക് അതിലൂടെ എയർ നമുക്ക് ഫിൽട്ടർ ചെയ്യുന്നതിലൂടെ ഒരുപാട് ഇൻഫെക്ഷൻസിന് നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അവിടെ ഉപയോഗിക്കുന്ന വലിയ വലിയ എക്യുപ്മെന്റ്സുകളുടെ ആ ഒരു സേഫ്റ്റിക്ക് നമ്മൾ AC ആവശ്യമാണ് അല്ലെ. എന്ന് വെച്ചാൽ ഒരുപാട് AC പ്രവർത്തിക്കുമ്പോഴാണ് എക്യുപ്മെന്റ്സ് പോലെ കൂടെ സേഫ് ആയിട്ട് അവർക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുമ്പോൾ പിന്നെ ആ ഒരു റൂമിനകത്തെ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി അതൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ബാലൻസ് ചെയ്യുന്നതിനും AC അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതാണ് ഒന്നാമത്തെ റിക്വയർമെന്റ് ആയിട്ട് പറയുന്നത്. ഡയാലിസിസ് ഏരിയ ഷുഡ് ബി പ്രൊവൈഡഡ് വിത്ത് എയർ കണ്ടീഷനിങ്. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, ഈച്ച് മെഷീൻ ഷുഡ് ബി അറ്റ് ദ സെന്റർ ഓഫ് ആഡിക്വേറ്റ് ഏരിയ ടു പെർമിറ്റ് ഈസി മൂവ്മെന്റ് ഓഫ് പേഴ്സണൽ ആൻഡ് റീസസിറ്റേഷൻ എക്യുപ്മെന്റ് whenever needed. ഒന്നുകൂടി പറയാം, each machine should be at the center of the adequate area to permit the easy movement of personnel and the resuscitation equipment whenever needed. ഇതാണ് പറയുന്നത്. ഈ ഡയാലിസിസ് ഏരിയയിലെ ഓരോ മെഷീനുകളും നമ്മൾ ഒരു കൃത്യമായിട്ടുള്ള ഒരു പര്യാപ്തമായിട്ടുള്ള ഒരു ആഡിക്വേറ്റ് ഏരിയയുടെ സെന്ററിലായിട്ട് വേണം നമ്മൾ ഓരോ എക്യുപ്മെന്റുകളും പ്ലേസ് ചെയ്യാനായിട്ട്. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ടു പെർമിറ്റ് ദ ഈസി മൂവ്മെന്റ് ഓഫ് പേഴ്സണൽ. ഇവിടെ പേഴ്സണൽ എന്ന് പറഞ്ഞ സ്റ്റാഫുകളാണ്. ഇപ്പൊ ഡയാലിസിസ് ഏരിയയിൽ പ്രവർത്തിക്കുന്ന സ്റ്റാഫുകൾക്ക് അവർക്ക് ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനും അവർക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനും കഴിയുന്ന രീതിയിൽ അങ്ങനെ ഒരു രീതിയിലായിരിക്കും അവിടുത്തെ മെഷീനുകൾ നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത്. അത് മാത്രമല്ല റീസസിറ്റേഷൻ എക്യുപ്മെന്റ് whenever needed. ഇപ്പൊ രോഗിക്ക് ഇപ്പൊ എന്തെങ്കിലും പെട്ടെന്ന് ഒരു റീസസിറ്റേഷൻ എന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു എമർജൻസി ആവശ്യമായിട്ട് വരുന്ന ഒരു പുനരുജ്ജീവനം ആവശ്യമായിട്ട് വരുന്ന സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലും അതുപോലെ അവിടുത്തെ സ്റ്റാഫുകൾക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പാകത്തിലും ആക്സസ് ചെയ്യാൻ പാകത്തിലും ആ രീതിയിലായിരിക്കണം നമ്മൾ അവിടുത്തെ എക്യുപ്മെന്റ്സുകൾ എന്ത് ചെയ്യേണ്ടത്? പ്ലേസ് ചെയ്യുന്നത് അല്ല. രണ്ട് ഒരുപാട് ദൂരം കൊണ്ടുവരുന്നത്. ഇപ്പൊ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രോഗിക്ക് പെട്ടെന്നൊരു
എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു, ഒരു റീസസിറ്റേഷൻ ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ മെഷീന് വേണ്ടി ഒരുപാട് ദൂരം നമുക്ക് നടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവരുത് അല്ലെ. ഇൻ കേസ് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ഉടനെ തന്നെ റീസസിറ്റേഷൻ മെഷീൻസുകൾ നമുക്ക് കണക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അവർക്ക് ആവശ്യമുള്ള സമയത്ത് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പാകത്തിലും എന്നാൽ സ്റ്റാഫുകൾക്ക് ഈസി ആയിട്ട് മൂവബിൾ ആവുന്ന രീതിയിലും അങ്ങനെ ഒരു ആഡിക്വേറ്റ് ചെയ്തിട്ട് പര്യാപ്തമായിട്ടുള്ള ഒരു സ്ഥലത്തായിട്ട് വേണം ഈ പറയുന്ന ഓരോ എക്യുപ്മെന്റുകളും പ്ലേസ് ചെയ്യാനായിട്ട്. നമ്മൾ അവിടുത്തെ ആ ഒരു ഡയാലിസിസ് ഏരിയനെ പറ്റിയാണ് നമ്മൾ ഈ പറയുന്നത് കേട്ടോ. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞത്. മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, ദ ലേഔട്ട് മസ്റ്റ് ഹാവ് ദ ഫെസിലിറ്റീസ് ഫോർ സേഫ് ഗാർഡിംഗ് ഇൻ പേഷ്യൻസ് പ്രൈവസി അല്ലെ. അതായത് അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. പേഷ്യന്റിന്റെ പ്രൈവസി, പേഷ്യന്റിന്റെ സ്വകാര്യത എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കണം. അപ്പൊ ഒരു ഡയാലിസിസ് ഏരിയ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്ലാനിങ്ങില് തീർച്ചയായിട്ടും എന്താണ്, ഒരു രോഗിയുടെ ഒരു പ്രൈവസി, അവരുടെ ഒരു സ്വകാര്യത ഉറപ്പുവരുത്തുന്ന അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഒരു ഡയാലിസിസ് ഏരിയയുടെ ഫെസിലിറ്റികൾ ഉണ്ടായിരിക്കേണ്ടത്. കാരണം അവർക്ക് ഒരു പ്രൈവസി ആവശ്യമാണ്. ആ ഒരു പ്രൈവസിനെ എപ്പോഴും സേഫ് ഗാർഡ് ചെയ്യുന്ന രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഒരു ഡയാലിസിസ് ഏരിയയുടെ ലേ ഔട്ട്. ദാറ്റ് മീൻസ് അതിന്റെ ഒരു പ്ലാനിങ് അങ്ങനെ ആയിരിക്കണം കേട്ടോ. പിന്നെ പറയുന്നത് ഐസൊലേഷൻ റൂം ആണ് അല്ലെ. ഐസൊലേഷൻ ഒക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ. നമ്മൾ കോവിഡ് സമയത്തൊക്കെ ഐസൊലേറ്റ് ഒക്കെ ചെയ്തിരുന്ന ആളുകളാണ്. അപ്പൊ ഐസൊലേഷൻ റൂം എന്തിനായിരിക്കും? There should be distinct areas for dialyzing patients with conditions that need isolation, bracketly desirable എന്ന് പറയുന്നത് to guarantee the safety to patients and staff in the dialysis room. അതായത് ഈ ഡയാലിസിസ് റൂമിനകത്തുള്ള പേഷ്യൻസുകള്, അതുപോലെ അവിടെ പ്രവർത്തിക്കുന്ന മറ്റ് മെഡിക്കൽ സ്റ്റാഫുകള് അവരുടെ സേഫ്റ്റി ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള രോഗികളെ എന്ത് ചെയ്യണം? ഈ പറയുന്ന ഐസൊലേഷൻ ആവശ്യമായിട്ടുള്ള രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഐസൊലേഷൻ റൂമുകളും അവിടെ ഉണ്ടായിരിക്കണം. ചില പേഷ്യൻസിന് നമുക്ക് മറ്റുള്ളവരുമായിട്ട് ഇടപെടുത്താനായിട്ട് നമുക്ക് സാധിക്കില്ല, കാര്യം അവരുടെ സിറ്റുവേഷൻ ബുദ്ധിമുട്ട് വരും അല്ലെ. അങ്ങനെ എല്ലാവർക്കും അല്ല, ഡിസൈറബിൾ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. അതായത് ഐസൊലേഷൻ ആവശ്യമായിട്ട് വരുന്ന ചില പേഷ്യൻസ് അല്ലെ. അപ്പൊ അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ള മെഡിക്കൽ സ്റ്റാഫുകളുടെയും കൂടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവർക്ക് ഡയാലിസിസ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഐസൊലേഷൻ റൂമുകളും അതിനകത്ത് ഉണ്ടായിരിക്കണം. പിന്നെ ഈ ഐസൊലേഷൻ റൂം എങ്ങനെയായിരിക്കണം? ദിസ് ഏരിയ ഷുഡ് ഹാവ് എ ഫ്രീ വാട്ടർ സപ്ലൈ ആൻഡ് ഡ്രെയിനേജ് ഫെസിലിറ്റീസ്. അങ്ങനെയുള്ള ഈ പറയുന്ന ഏരിയയിൽ നല്ലൊരു വാട്ടർ സപ്ലൈ ഉണ്ടായിരിക്കണം. അതുപോലെ മറ്റുള്ള ഡ്രെയിനേജ് ഫെസിലിറ്റികളും ഒക്കെ ഈ ഒരു ഏരിയയിൽ അവൈലബിൾ ആയിരിക്കണം. അല്ലാതെ വെറുതെ ഐസൊലേഷൻ റൂമിൽ കൊണ്ടിട്ടിട്ട് കാര്യമില്ല. അവിടെ അത്യാവശ്യം അവർക്ക് വേണ്ടി ഫ്രീ വാട്ടർ സപ്ലൈ ഉണ്ടായിരിക്കും. ഡ്രെയിനേജ് ഫെസിലിറ്റികളൊക്കെ ഐസൊലേഷൻ റൂമിൽ ഉണ്ടായിരിക്കണം. അഞ്ചാമത്തെ പോയിന്റ് ഇതാണ്, dialysis center shall exhibit apt signage which shall be in at least 2 languages. കുറഞ്ഞത് 2 ഭാഷകളിലെങ്കിലും കൃത്യമായിട്ടുള്ള സൈനേജ് ബോർഡുകൾ എവിടെ ഉണ്ടായിരിക്കണം? ഡയാലിസിസ് സെന്ററിനകത്ത് പ്രദർശിപ്പിച്ചിരിക്കണം കേട്ടോ. വരുന്ന ആളുകൾക്കും അവിടെ ഉള്ളവർക്കും ഒക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് കുറഞ്ഞത് 2 ഭാഷയാണ് അവർ പറയുന്നത്. ഇംഗ്ലീഷ്, മലയാളം എങ്ങനെയാന്ന് വെച്ചാൽ 2 ഭാഷകളിലെങ്കിലും സൈനേജ് ബോർഡുകൾ ഡയാലിസിസ് സെന്ററിൽ ചെയ്തിരിക്കണം, എക്സിബിറ്റ് ചെയ്തിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഡയാലിസിസ് ഏരിയയുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് മനസ്സിലാക്കുന്നത് കേട്ടോ. ഒരു ഡയാലിസിസ് ഏരിയയിൽ ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്യുന്നത് അല്ലെ. ഒന്നാമത്തത് ഡയാലിസിസ് ഏരിയയിൽ എയർ കണ്ടീഷനിങ്, AC പ്രൊവൈഡ് ചെയ്തിരിക്കണം. അതുപോലെ അവിടുത്തെ സ്റ്റാഫുകൾക്ക് മൂവ് ചെയ്യാൻ പാകത്തിലും റീസസിറ്റേഷൻ ആവശ്യമായിട്ടുള്ള സിറ്റുവേഷൻ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പാകത്തിലും ഏറ്റവും ആഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലായിരിക്കണം ഓരോ മെഷീനുകളും പ്ലേസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ രോഗിയുടെ സ്വകാര്യത മാനിക്കുന്ന രീതിയിൽ, സേഫ് ഗാർഡ് ചെയ്യുന്ന രീതിയിൽ, പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഒരു ഡയാലിസിസ് ഏരിയയിലെ ഫെസിലിറ്റികൾ ഉണ്ടായിരിക്കേണ്ടത്. പിന്നെ ഐസൊലേഷൻ ആവശ്യമായിട്ടുള്ള പേഷ്യൻസിന് ഡയാലിസിസ് ചെയ്തിട്ടുള്ള ഐസൊലേഷൻ റൂം സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം. ഈ റൂമില് ഫ്രീ വാട്ടർ സപ്ലൈയും അതുപോലെ ഡ്രെയിനേജ് ഫെസിലിറ്റികളും ഉണ്ടായിരിക്കണം. പിന്നെ നമ്മൾ പറഞ്ഞത് ഡയാലിസിസ് സെന്ററിനകത്ത് കുറഞ്ഞത് 2 ഭാഷകളിലെങ്കിലും കൃത്യമായിട്ട് സൈനേജ് ബോർഡുകൾ പ്രദർശിപ്പിച്ചിരിക്കണം അല്ലെ. ഡയാലിസിസ് ഏരിയയിൽ പാലിക്കേണ്ട കാര്യങ്ങളെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളും മറ്റും എഴുതിയ ഒരു സൈനേജ് ബോർഡുകൾ കുറഞ്ഞത് 2 ഭാഷകളിലെങ്കിലും അവിടെ എക്സിബിറ്റ് ചെയ്തിരിക്കണം. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ അല്ലേ? അടുത്തത് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് വെരിഫൈ. ഇനി ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വെരിഫൈ ചെയ്യേണ്ട, ഉറപ്പാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് കേട്ടോ. ഇനി അതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. നോക്കുക. A patient and his or her representative
or relative has the following rights with regard to the dialysis center. അപ്പൊ ഒരു ഡയാലിസിസ് സെന്ററുമായിട്ട് ബന്ധപ്പെട്ട ഒരു രോഗിയോ അല്ലെങ്കിൽ രോഗിയുടെ റിലേറ്റീവ്സോ അവർക്കുള്ള അവകാശങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇത്തരം അവകാശങ്ങൾ ഉറപ്പാക്കേണ്ടത് ആരാണ്? അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേഷന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണ്? അവിടെ വരുന്ന രോഗികളുടെ അവകാശങ്ങൾ, അവർക്ക് വേണ്ട കാര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ആണ് അല്ലെ. അപ്പൊ ഈ പറയുന്ന രോഗികൾക്കും അവരുടെ ബന്ധുക്കൾക്കും അല്ലെങ്കിൽ അവരുടെ റിപ്രസെന്റേറ്റീവ്സിനൊക്കെ ഉള്ള കുറച്ച് അവകാശങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്തരം അവകാശങ്ങൾ അവിടെ ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്തം അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ആണ് കേട്ടോ. ഒന്നാമത്തെ പോയിന്റ് നോക്കുക. പ്രൊവൈഡ് ദ ആംബിൾ ഇൻഫർമേഷൻ അബൌട്ട് ദ നേച്ചർ, cause of illness, proposed investigations and care, expected results of treatment, likely complications. എന്താണ് പറയുന്നത്? അത് പേഷ്യന്റിന്റെ ഒരു റൈറ്റ് ആണ് പറയുന്നത്. ദാറ്റ് മീൻസ് നമ്മൾ രോഗിയെ സംബന്ധിച്ച് രോഗിക്ക് അവരുടെ അസുഖ വിവരങ്ങളെ പറ്റിയിട്ട് വ്യക്തമായിട്ടും പൂർണ്ണമായിട്ട് അറിയാനുള്ള അവകാശം ഓരോ രോഗികൾക്കും ഉണ്ട് കേട്ടോ. അത് അവരുടെ റൈറ്റ് ആണ്, പേഷ്യന്റ് റൈറ്റ് ആണ് ശരിക്കും പറഞ്ഞത്. അതായത് പ്രൊവൈഡ് ആംബിൾ ഇൻഫർമേഷൻ, അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തണം. അതായത് ആ ഒരു രോഗിക്ക് അവരുടെ രോഗാവസ്ഥയെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ അല്ലെ, കോസ് ഓഫ് ഇൽനെസ്, രോഗകാരണം എന്താണ്, പ്രപ്പോസൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് കെയർ, അവർക്കായിട്ട് നിശ്ചയിച്ചിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ്, മെഡിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ്, പരിചരണങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ എക്സ്പെക്ടഡ് റിസൾട്ട് ഓഫ് ട്രീറ്റ്മെന്റ്, ഓരോ ട്രീറ്റ്മെന്റിനും അവർ എക്സ്പെക്ട് ചെയ്യുന്ന പോസിറ്റീവ് ഔട്ട്കം എന്താണ്, അതോടൊപ്പം ലൈക്ലി കോംപ്ലിക്കേഷൻ, പല റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടാവും അല്ലെ, അതിനെ പറ്റി വരെയുള്ള കംപ്ലീറ്റ് വിവരങ്ങൾ ഒരു രോഗിക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കുണ്ട്? അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. ഡയാലിസിസ് സംബന്ധമായിട്ടുണ്ടെങ്കിൽ രോഗിയുടെ അവസ്ഥ എന്താണ്, അവർക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റുകളാണ് ഇവർ നിശ്ചയിച്ചിരിക്കുന്നത്, ആ ട്രീറ്റ്മെന്റിൽ നിന്നും ഇവർ എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്കംസ് എന്തൊക്കെയാണ്, അതിന്റെ മറ്റുള്ള പൊട്ടൻഷ്യൽ റിസ്കുകൾ എന്തൊക്കെയാണ്, അതിനെ പറ്റിയൊക്കെയുള്ള അറിയാനുള്ള ഒരു അവകാശം ഒരു രോഗിക്കുണ്ട്. അപ്പൊ ആ വിവരങ്ങൾ കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കുണ്ട്? അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട് കേട്ടോ. പിന്നെ പറയുന്നത് രണ്ടാമത്തെ പോയിന്റ് ഇതാണ്. പേഷ്യന്റ് ഹാസ് ദ റൈറ്റ് ടു നോ ദ ബിൽ. സോ എക്സ്പെക്ടഡ് കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെന്റ് ഷുഡ് ബി ഡിസ്കസ്ഡ് ബിഫോർ ദ ട്രീറ്റ്മെന്റ് കേട്ടോ. അതോടൊപ്പം തന്നെ ഒരു രോഗിക്ക് അവരുടെ ബില്ല് അറിയാനുള്ള അവകാശമുണ്ട്. ബില്ല് എത്ര ചെലവ് വരും എന്നൊക്കെ ബില്ലുകൾ അറിയാനുള്ള അവകാശം പേഷ്യന്റിനുണ്ട്. അതുകൊണ്ട് തന്നെ ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് മുൻപായിട്ട് തന്നെ കൃത്യമായിട്ടുള്ള എക്സ്പെക്ടഡ് കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെന്റ്, അവർക്ക് വേണ്ടി വരുന്ന ചെലവുകളെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ പേഷ്യന്റുമായിട്ട് എന്ത് ചെയ്തിരിക്കണം? ഡിസ്കസ് ചെയ്തിരിക്കണം. അത് ഉറപ്പാക്കേണ്ടത് അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ആണ് കേട്ടോ. ഓക്കെ, പിന്നെ വരുന്നത് എന്താന്ന് വെച്ചാൽ to informed consent prior to specific test of treatment, example surgery. Informed consent prior, അതായത് അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു രോഗിക്ക് ഒരു ട്രീറ്റ്മെന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് അവരുടെ കൺസെന്റ് അല്ലെ, അതിന് മുമ്പായിട്ട് അവരുടെ കൺസെന്റ്, അവരുടെ സമ്മതം നമ്മൾ മേടിച്ചിരിക്കണം അല്ലെ. അപ്പൊ ഒരു എക്സാമ്പിൾ സർജറി പോലെ എന്താണെങ്കിലും, സർജറി മാത്രമല്ല ഏതൊരു പ്രൊസീജിയറും അവരിൽ ചെയ്യണമെങ്കിൽ അവരുടെ മുൻകൂട്ടിയുള്ള കൺസെന്റ്, സമ്മതം അത് ആവശ്യമാണ്. അത് കിട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ, പിന്നെന്താണ്? ടു സീക്ക് ദ സെക്കൻഡ് ഒപ്പീനിയൻ ഫ്രം എ പ്രോപ്പർ ക്ലിനിഷ്യൻ ഓഫ് പേഷ്യൻസ് ചോയ്സ് വിത്ത് റെക്കോർഡ്സ് ആൻഡ് ഇൻഫർമേഷൻ ബീയിങ് പ്രൊവൈഡഡ് ബൈ ദ ട്രീറ്റിംഗ് ഹോസ്പിറ്റൽ. അതോടൊപ്പം തന്നെ ഓരോ പേഷ്യന്റിന് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാനുള്ള ഒരു ചാൻസ് അവർക്കുണ്ട് അല്ലെ. അതിപ്പോ അത് രോഗിയുടെ റൈറ്റ് ആണ്. ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് കാര്യം മെയിൻ ആയിട്ടുള്ള വല്ല മേജർ അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഒരു ഡോക്ടറെ കണ്ട് അവരുടെ അഭിപ്രായം മാത്രമല്ല നമ്മൾ തേടുന്നത്. നമ്മൾ എപ്പോഴും ഒരു 2-3 ഒപ്പീനിയൻസ് അല്ലെ, ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒക്കെ നമ്മൾ എടുക്കുന്നത് നല്ലതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ട്രീറ്റ്മെന്റ് എങ്ങനെ ചെയ്യണം, ഏതാണ് നല്ലത്, എങ്ങനെ ചെയ്തായിരിക്കും നല്ലതെന്നൊക്കെ ഒരു ഐഡിയ നമുക്ക് കിട്ടണമെങ്കിൽ സെക്കൻഡ് ഒപ്പീനിയൻ നമ്മൾ എപ്പോഴും എടുത്തിരിക്കണം. സെക്കൻഡ് അല്ല, ശരിക്കും പറഞ്ഞ 2-3 ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പൊ ആ രീതിയിൽ ഈ പറയുന്ന പേഷ്യന്റിന്റെ ചോയ്സ് അനുസരിച്ച്, രോഗിയുടെ ആവശ്യത്തിനനുസരിച്ച് ഒരു പ്രോപ്പർ ഡോക്ടറിൽ നിന്നും അവർക്കൊരു സെക്കൻഡ് ഒപ്പീനിയൻ തേടാനുള്ളൊരു അവസരമുണ്ട്. അപ്പൊ അതിനായിട്ട് ട്രീറ്റിംഗ് ഹോസ്പിറ്റല് അവരുടെ റെക്കോർഡ്സുകളും മറ്റുള്ള ഇൻഫർമേഷൻസ് ഒക്കെ അവരെ പ്രൊവൈഡ് ചെയ്തിരിക്കണം. അല്ലാണ്ട് ഈ ഒരു പേഷ്യന്റ് ഈ ഒരു ഹോസ്പിറ്റലിൽ വിട്ടു പോകുമോ എന്നുള്ളൊരു ഭയം കൊണ്ട് അവരുടെ റെക്കോർഡ്സ് ഇൻഫർമേഷൻ ഒന്നും കൊടുക്കാതിരിക്കുകയല്ല വേണ്ടത്. അത് പേഷ്യന്റിന്റെ റൈറ്റ് ആണ്. അവർക്കൊരു സെക്കൻഡ് ഒപ്പീനിയൻ വേണം, അല്ലെങ്കിൽ വേറൊരു ഡോക്ടർ അവർക്ക് കാണണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് അവരുടെ പ്രിഫറൻസ് ആണ്, അവരുടെ ആവശ്യത്തിനാണ് നമ്മൾ അവിടെ പ്രയോറിറ്റി കൊടുക്കുന്നത്. അതുകൊണ്ട് ട്രീറ്റിംഗ് ഹോസ്പിറ്റൽ എന്ത് ചെയ്തിരിക്കണം? അവരുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡ്സും ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവർക്കൊരു സെക്കൻഡ് ഓപ്ഷനുള്ള ചാൻസ് അവർ ചോദിക്കുകയാണെങ്കിൽ അത് കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ഉണ്ട് കേട്ടോ. അത് ഉറപ്പാക്കേണ്ടത് അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ആണ്. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ടു സീക്ക് ദ സെക്കൻഡ് ഒപ്പീനിയൻ ഫ്രം എ പ്രോപ്പർ ക്ലിനിഷ്യൻ ഓഫ് പേഷ്യന്റ് ചോയ്സ് വിത്ത് റെക്കോർഡ്സ് ആൻഡ് ഇൻഫർമേഷൻ ബീയിങ് പ്രൊവൈഡഡ് ബൈ ദ ട്രീറ്റിംഗ് ഹോസ്പിറ്റൽ.
അടുത്തത് എന്താണ് അഞ്ചാമത്തെ? ടു കീപ് ദ പ്രൈവസി, ഹ്യൂമൻ ഡിഗ്നിറ്റി ഡ്യൂറിംഗ് ദ ട്രീറ്റ്മെന്റ്. അതൊക്കെ അറിയാലോ. അതായത് നമ്മൾ ട്രീറ്റ്മെന്റ് സമയത്ത് രോഗിയുടെ സുരക്ഷിതത്വം, അവരുടെ സ്വകാര്യത, അതെല്ലാം തന്നെ മാനിച്ചിരിക്കണം കേട്ടോ. അത് ഇനിയിപ്പോ നമ്മള് തേർഡ് ഫോർത്ത് മൊഡ്യൂളിലൊക്കെ കിടക്കുമ്പോ എത്തിക്സ് ആൻഡ് ലീഗൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. അതിനകത്ത് കൃത്യമായിട്ട് പേഷ്യന്റിന്റെ ബിൽ ഓഫ് റൈറ്റ്സ് ഒക്കെ പറയുന്നുണ്ട്. പേഷ്യന്റിനുള്ള അവകാശങ്ങൾ, അതിനകത്തൊക്കെ പറയുന്ന കാര്യങ്ങളാണ് ഈ എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. ടു കീപ് ദ പ്രൈവസി, ഹ്യൂമൻ ഡിഗ്നിറ്റി ഡ്യൂറിംഗ് ട്രീറ്റ്മെന്റ് കേട്ടോ. ട്രീറ്റ്മെന്റ് സമയത്ത് അവരുടെ സ്വകാര്യത, അതുപോലെ അവരുടെ ഡിഗ്നിറ്റി, അതൊക്കെ ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. ഡിഗ്നിറ്റി ഇവിടെ ഉദ്ദേശിക്കുന്ന അവരുടെ ഒരു റെസ്പെക്ട്, അവർക്ക് കൊടുക്കേണ്ട റെസ്പെക്ട് ഒക്കെ അവിടെ കൃത്യമായിട്ട് പാലിച്ചിരിക്കണം. പിന്നെ നോക്കൂ, ടു നോൺ ഡിസ്ക്രിമിനേഷൻ അബൌട്ട് ദ ട്രീറ്റ്മെന്റ് ആൻഡ് ബിഹേവിയർ ഓൺ ദ ബേസിസ് ഓഫ് ഡിസീസസ് ലൈക്ക് HIV. അത് മാത്രമല്ല, ഒരു അസുഖത്തിന്റെ പേരിൽ നമ്മളൊരു പേഷ്യന്റിന്റെ അടുത്ത് വിവേചനം നടത്താനായിട്ട് പാടുള്ളതല്ല. പ്രത്യേകിച്ച് ഇപ്പൊ HIV പോലെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ട്രീറ്റ്മെന്റിലായിക്കോട്ടെ, അവരോടുള്ള പെരുമാറ്റത്തിലായിക്കോട്ടെ, യാതൊരു തരത്തിലുള്ള വിവേചനങ്ങളും നടത്താനായിട്ട് പാടുള്ളതല്ല. ഓക്കെ, അതൊക്കെ ശ്രദ്ധയിൽ പെട്ട് കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ അതിനനുസരിച്ച് കൃത്യമായിട്ടുള്ള എടുത്തിരിക്കുന്ന നടപടികൾ എടുത്തിരിക്കണം കേട്ടോ. അതാണ് അവിടെ പറയുന്നത്. ടു നോൺ ഡിസ്ക്രിമിനേഷൻ അബൌട്ട് ട്രീറ്റ്മെന്റ് ആൻഡ് ബിഹേവിയർ ഓൺ ദ ബേസിസ് ഓഫ് ഡിസീസസ് ലൈക്ക് HIV. അടുത്തത് ഏഴാമത്തെ പോയിന്റ് ഇതാണ്. ടു ട്രൈ ടു ഫൈൻഡ് redressal in case of grievance based on services provided by the establishment. ഇപ്പം ഒരു ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, ഒരു ഡയാലിസിസ് സെന്റർ ആയിക്കോട്ടെ, ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, അവര് പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങളില് ഏതെങ്കിലും തരത്തിലുള്ള ഗ്രീവൻസസ്, മീൻസ് പരാതികള്, കംപ്ലൈന്റുകളൊക്കെ വരുവാണെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം കണ്ടെത്താനുള്ള ഉത്തരവാദിത്വം ആർക്ക് തന്നെയാണുള്ളത്? അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓക്കെ, ടു ട്രൈ ടു ഫൈൻഡ് റിഡ്രസൽ. റിഡ്രസൽ എന്ന് വെച്ചാൽ പരിഹാരം കാണാം കേട്ടോ. ഇൻ കേസ് ഓഫ് ഗ്രീവൻസ്, ഗ്രീവൻസ് എന്ന് വെച്ചാൽ പരാതികളാണ് കേട്ടോ. അവർ കൊടുക്കുന്ന സേവനങ്ങളില് എന്തെങ്കിലും സർവീസുകൾ, എന്തെങ്കിലും കംപ്ലൈന്റുകൾ, പരാതികൾ വന്നാൽ അതിന് കൃത്യമായിട്ട് പരിഹാരം കാണുന്ന ഉത്തരവാദിത്വം ആർക്കാണുള്ളത്? അതൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് ഉള്ളത്. ക്ലിയർ ആയോ പറഞ്ഞത്? ഇത്രയും ഉള്ളത് ഒരു അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? ഒരു രോഗിക്ക് അവരുടെ അസുഖത്തെ സംബന്ധിച്ചുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് ഉറപ്പാക്കണം. അതോടൊപ്പം തന്നെ അവർക്ക് അവരുടെ ബില്ല് അറിയാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ എക്സ്പെക്ടഡ് കോസ്റ്റ് അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിരിക്കണം. ഏതൊരു മെഡിക്കൽ ട്രീറ്റ്മെന്റും ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് അവരുടെ സമ്മതം കാണിച്ചിരിക്കണം. പിന്നെ ഒരു പേഷ്യന്റിനെ സംബന്ധിച്ച് അവരുടെ ചോയ്സ് അനുസരിച്ച് രണ്ടാമതൊരു സെക്കൻഡ് ഒപ്പീനിയൻ തേടുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള റെക്കോർഡുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത് ഒരു അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ട കാര്യമാണ്. അതുപോലെ ട്രീറ്റ്മെന്റ് സമയത്ത് രോഗിയുടെ സുരക്ഷിതത്വം, അവരുടെ സ്വകാര്യത, അവരുടെ റെസ്പെക്ട്, ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് മാനിച്ചിരിക്കണം. ഒരു തരത്തിലും ഒരു രോഗത്തിന്റെ പേരിലും അവരോടുള്ള ട്രീറ്റ്മെന്റിലോ പെരുമാറ്റത്തിലോ വിവേചനം കാണിക്കാനായിട്ട് പാടുള്ളതല്ല. പിന്നെ ആ ഒരു ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സേവനങ്ങളിൽ ഏതെങ്കിലും തരത്തില് പരാതികൾ ഉന്നയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിന് പരിഹാരം കാണുന്നതിനുള്ള ഉത്തരവാദിത്വം ആ ഒരു അഡ്മിനിസ്ട്രേഷൻ ആണ് ഉള്ളത്. ഓക്കെ, ക്ലിയർ ആയല്ലോ പറഞ്ഞത്? ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് വരുന്നത് കേട്ടോ, ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഒരുപാട് ഇങ്ങനെ പഠിക്കാൻ മാത്രം ഒന്നുമില്ല, മനസ്സിലാക്കിയേണ്ട കാര്യങ്ങളേ ഉള്ളൂ. അടുത്തതാണ് പേഷ്യൻസ് റെസ്പോൺസിബിലിറ്റീസ് കേട്ടോ. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു എന്താ പറയാ, ഒരു അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി ആസ് എ പേഷ്യന്റ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അല്ലെ? അതെന്തൊക്കെയാണെന്നാണ് ഇനി പറയുന്നത് കേട്ടോ. പേഷ്യന്റ് റെസ്പോൺസിബിലിറ്റീസ്. ഒന്നാമത്തെ നോക്കിയേ, പ്രൊവൈഡ് ഇൻഫർമേഷൻ അല്ലെ? എന്താണ്? ആരോഗ്യം അവരെ സംബന്ധിച്ചുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് ആരുടെ അടുത്ത് കൊടുത്തിരിക്കണം? ഡോക്ടർക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കണം. നമ്മൾ പറയില്ലേ, ഇപ്പൊ പണ്ട് പറയില്ലേ, ഇതിന് ഡോക്ടർമാരുടെ അടുത്തും വക്കീലന്മാരുടെ അടുത്തും ഒന്നും മറച്ചു വെക്കരുതെന്നാണ് പറയുന്നത്, ഒന്നും ഒളിച്ചു വെക്കരുത് അല്ലെ? എല്ലാ കാര്യങ്ങളും നമ്മൾ അവരോട് പറയുന്നതാണ് പറയുന്നത്. അതുപോലെ പ്രൊവൈഡ് ഇൻഫർമേഷൻ അല്ലെ? രോഗി അവരെ സംബന്ധിക്കുന്ന എല്ലാ ഇൻഫർമേഷൻസും ഡോക്ടേഴ്സ് ആയിട്ട് ഷെയർ ചെയ്തിരിക്കണം. പിന്നെ എന്താണ്? അസോസിയേറ്റ് വിത്ത് ഡോക്ടേഴ്സ് ഇൻ ദ കോഴ്സ് ഓഫ് എക്സാമിനേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് അല്ലെ? അതുപോലെ തന്നെ അവർ പരിചരണം എടുക്കുന്ന ട്രീറ്റ്മെന്റ് എടുക്കുന്ന സമയത്ത്, എക്സാമിനേഷൻ സമയത്ത്, മെഡിക്കൽ എക്സാമിനേഷൻ ഒക്കെ സമയത്ത് ഡോക്ടേഴ്സുമായിട്ട് നല്ല രീതിയിൽ സഹകരിച്ച് പ്രവർത്തിക്കേണ്ടതും ഒരു പേഷ്യന്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഒരു ഡോക്ടർ നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ട് ഒരു ഡോക്ടർ പറയുന്നു, ആ സമയത്ത് നമ്മൾ അവരോട് സഹകരിക്കാതെ അവർ പറയുന്നതിന് വില കൊടുക്കാതെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ ബുദ്ധിമുട്ടാണ് അല്ലെ? അതുകൊണ്ട് ട്രീറ്റ്മെന്റ് സമയത്ത്, മെഡിക്കൽ എക്സാമിനേഷൻ സമയത്ത് കൃത്യമായിട്ട് ഡോക്ടേഴ്സ് ആയിട്ട് അസോസിയേറ്റ് ചെയ്യാൻ, അവരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കേണ്ടത് ഉത്തരവാദിത്വമാണ്. അതുപോലെ അബൈഡ് ബൈ ഓൾ ഇൻസ്ട്രക്ഷൻസ്. അബൈഡ് വാക്ക് നമ്മൾ നേരത്തെ കണ്ടതാണ് കേട്ടോ, പാലിക്കുക എന്നുള്ള അർത്ഥമാണ്. അബൈഡ് ബൈ ഓൾ ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് ഈസ് ഗിവൺ ബൈ ദ ഡോക്ടർ. ഡോക്ടേഴ്സ് കൊടുക്കുന്ന കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിക്കുക. പിന്നെന്താണ്?
പേ ദ ഹോസ്പിറ്റൽസ് എഗ്രീഡ് ഫീസ് ഓൺ ടൈം. അതുപോലെ കൃത്യസമയത്ത് കൃത്യമായിട്ട് പേയ്മെന്റുകൾ അല്ലെ, ഹോസ്പിറ്റൽ പേയ്മെന്റ് ബില്ലുകൾ അത് കൃത്യമായിട്ട് ഓൺ ടൈം ആയിട്ട് തന്നെ പേയ്മെന്റ് ചെയ്യുക. പിന്നെ റെസ്പെക്ട് നൊബിലിറ്റി ഓഫ് ഡോക്ടേഴ്സ് ആൻഡ് അതർ ഹോസ്പിറ്റൽ സ്റ്റാഫ്. അതോടൊപ്പം തന്നെ ഡോക്ടേഴ്സിന്റെയും മറ്റുള്ള ഹോസ്പിറ്റൽ സ്റ്റാഫുകളോടൊക്കെയുള്ള നൊബിലിറ്റിയെ മാനിക്കുക. എന്ന് വെച്ചാൽ അവരോടുള്ളൊരു റെസ്പെക്ട് എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യണം അല്ലെ. നമ്മളെപ്പോഴും എന്താ പറയാ, ടേക്ക് റെസ്പെക്ട്, ഗീവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട് എന്ന് പറയാം. നമ്മളെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ ആയിട്ട് റെസ്പെക്ട് ചെയ്യണം അല്ലെ. തിരിച്ച് അവരിൽ നിന്ന് നമുക്ക് കിട്ടണം, നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത് അല്ലെ. ആ രീതിയിൽ ഇതല്ല ഡോക്ടേഴ്സ് മറ്റുള്ള ഹോസ്പിറ്റൽ സ്റ്റാഫുകളുടെ നൊബിലിറ്റി എന്ന് വെച്ചാൽ അവരുടെ ആ ഒരു പ്രൊഫഷണാലിസത്തിന് അല്ലെങ്കിൽ അവരെ നമ്മൾ നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്യണം കേട്ടോ. അവരോട് റെസ്പെക്ട്, അവരുടെ നൊബിലിറ്റി നമ്മൾ എപ്പോഴും റെസ്പെക്ട് ചെയ്തുകൊണ്ട് അവരോട് സഹകരിച്ച് പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുക. ഇതൊക്കെ പേഷ്യന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, കൂടുതലൊന്നും പറയാനില്ല, അറിയാലോ, മനസ്സിലായല്ലോ. വേണ്ടത്ര ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. എക്സാമിനേഷൻ ട്രീറ്റ്മെന്റ് സമയത്ത് ഡോക്ടേഴ്സായിട്ട് സഹകരിക്കുക. അവർ നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പാലിക്കുക. കൃത്യമായിട്ട് ഹോസ്പിറ്റൽ ബില്ലുകൾ പേ ചെയ്യുക. അതുപോലെ ഡോക്ടേഴ്സിന്റെ മറ്റ് മെഡിക്കൽ സ്റ്റാഫുകളുടെയും നൊബിലിറ്റിയെ മാനിക്കുക, റെസ്പെക്ട് ചെയ്യുക. ഓക്കെ, ദെൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഭാഗത്തോട്ട് നമ്മൾ കിടക്കുകയാണ്. ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ഡയാലിസിസ് കോർഡിനേറ്റർ കേട്ടോ. ഇനി നമ്മൾ പഠിക്കുന്നത് ഒരു ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്. ഓക്കെ, ഒരു ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് കേട്ടോ. ഓക്കെ, അപ്പൊ ഡയാലിസിസ് കോർഡിനേറ്റർ ആ പേരുമ്പോ തന്നെ ഉണ്ട് അല്ലെ. ഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യും. അവിടുത്തെ ഡയാലിസിസ് സേവനങ്ങൾ തന്നെ സൂപ്പർവൈസ് ചെയ്യുന്ന വ്യക്തിയായിരിക്കും അല്ലെ ഡയാലിസിസ് കോർഡിനേറ്റർ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ഇതാണ്, മേക്ക് ഷുവർ ദാറ്റ് ദ ക്ലിനിക്കൽ ടീം പ്രൊവൈഡ്സ് ദ ഹൈയസ്റ്റ് ലെവൽ ഓഫ് കെയർ ടു ദ പേഷ്യൻസ് ബൈ ടേക്കിംഗ് കെയർ ഓഫ് ദെയർ സേഫ്റ്റി, കംഫർട്ട് ആൻഡ് വെൽബീയിങ്. ഇതാണ് പറയുന്നത്. അതായത് ഒരു രോഗിയുടെ സുരക്ഷിതത്വം, അവരുടെ സേഫ്റ്റി, അവരുടെ കംഫർട്ട്, അവരുടെ ക്ഷേമം അല്ലെ, ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട്, ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെ ഒരു രോഗിക്ക് ഏറ്റവും ഉയർന്ന നിലവാരമുള്ള പരിചരണം അവിടുത്തെ ക്ലിനിക്കൽ ടീം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് ഒരു ഡയാലിസിസ് കോർഡിനേറ്ററുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ അല്ലെ, ഒരു രോഗിയുടെ സേഫ്റ്റി, അവരുടെ സുരക്ഷിതത്വം, അവരുടെ കംഫർട്ട്, അവരുടെ ക്ഷേമം, അതെല്ലാം പരിഗണിച്ചുകൊണ്ട് അവർക്ക് എല്ലാവർക്കും ഏറ്റവും ഹൈ ലെവൽ ഓഫ് കെയർ, ഏറ്റവും കൂടുതൽ നിലവാരമുള്ള ഒരു പരിചരണം അവിടുത്തെ ക്ലിനിക്കൽ ടീം കൊടുക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കേണ്ടത് ഡയാലിസിസ് കോർഡിനേറ്ററുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, എന്താണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. മേക്കിംഗ് ഷുവർ ദാറ്റ് ക്ലിനിക്കൽ ടീം പ്രൊവൈഡ്സ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് കെയർ to the patients by taking consideration of their safety, comfort and well-being. Okay, രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ, examines and solves the problems that fall outside of the domain of the nurse, clinician, concerning patient care and management and associate with the other departments and care providers. എന്താണ് പറയുന്നത്? നമ്മുടെ പേഷ്യന്റിന് കൊടുക്കുന്ന കെയർ അല്ലെ, പേഷ്യന്റിന്റെ പരിചരണം അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റ്, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെ, അതുമായിട്ട് കൺസേൺഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിനകത്ത് ഡോക്ടേഴ്സിന്റെ നഴ്സുമാരുടെ പരിധിക്ക് അപ്പുറത്തേക്കുള്ള പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. അതൊക്കെ കൃത്യമായിട്ട് എക്സാമിൻ ചെയ്ത് സോൾവ് ചെയ്യാന്നുള്ളതും ഡയാലിസിസ് കോർഡിനേറ്ററുടെ ഉത്തരവാദിത്വമാണ് കേട്ടോ. അതാണ് ഇവിടെ പറഞ്ഞ ഔട്ട്സൈഡ് ഓഫ് ദ ഡൊമൈൻ ഓഫ് നഴ്സ് ക്ലിനിഷ്യൻ അല്ലെ. നമ്മൾ രോഗിക്ക് കൊടുക്കുന്ന പരിചരണവുമായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടർമാര്, നഴ്സുമാര്, അവരുടെ ആ ഡൊമൈൻ അപ്പുറത്തേക്കും പല പല പ്രശ്നങ്ങളൊക്കെ വന്നേക്കാം. അത്തരത്തിലുള്ള ഇഷ്യൂസുകൾ കൃത്യമായിട്ട് എക്സാമിൻ ചെയ്ത് പ്രോബ്ലംസ് സോൾവ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ഒരു ഡയാലിസിസ് കോർഡിനേറ്റർക്കാണ്. അത് മാത്രമല്ല, ആൻഡ് അസോസിയേറ്റ് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് കെയർ പ്രൊവൈഡേഴ്സ്, മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളും മറ്റുള്ള കെയർ പ്രൊവൈഡേഴ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് അവരെയും കൂടെ കോർഡിനേറ്റ് ചെയ്ത് സഹകരിച്ച് പ്രവർത്തിക്കേണ്ടതും ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് കേട്ടോ. അടുത്തത് പറയുന്നത് gather, assess, screens and responds to a wide range of requests for the information from the patients and other staff who represent the different levels of the organization. That means hospital അല്ലെ. ആ ഒരു ഹോസ്പിറ്റലിന്റെ എന്താണ് പല ഹോസ്പിറ്റലിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകള്, മറ്റുള്ള പേഷ്യൻസ്, അവരിൽ നിന്നും ആവശ്യാനുസരണ വിവരങ്ങളൊക്കെ കളക്ട് ചെയ്യുക അല്ലെ. ആവശ്യമനുസരിച്ച് അവരിൽ നിന്നുള്ള വിവരങ്ങൾ, അവരുടെ ഫീഡ്ബാക്സുകള് അല്ലെങ്കിൽ അവരുടെ അന്വേഷണങ്ങള്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഗ്യാദർ ചെയ്യുക അല്ലെ. ഗ്യാദർ ചെയ്യാന്ന് വെച്ചാൽ കളക്ട് ചെയ്യുക, ശേഖരിക്കുക, അത് അസസ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, വിലയിരുത്തുക. ദെൻ സ്ക്രീൻസ് ആൻഡ് റെസ്പോൺസ് അല്ലെ, അവരുടെ ആവശ്യങ്ങള് കൃത്യമായിട്ട്
കൃത്യമായിട്ട് സ്ക്രീൻ ചെയ്ത് അതിനനുസരിച്ച് കൃത്യമായിട്ട് റെസ്പോണ്ട് ഒക്കെ ചെയ്യുന്നതിന് ഉത്തരവാദിത്തം ഒരു ഡയാലിസിസ് കോർഡിനേറ്റർക്ക് ഉണ്ട്. പേഷ്യൻസിന്റെ മാത്രമല്ല, ഈ ഒരു ഡയാലിസിസുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ധാരാളം മെഡിക്കൽ സ്റ്റാഫുകളൊക്കെ ഉണ്ടാവും അല്ലെ. അവരുടെ ആവശ്യങ്ങള് അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശങ്ങള് അല്ലെങ്കിൽ അവരുടെ അവരെന്തൊക്കെ എൻക്വയറീസും മറ്റൊക്കെ നടത്തുന്നുണ്ടോ അതൊക്കെ കൃത്യമായിട്ട് കളക്ട് ചെയ്ത് ഗ്യാദർ ചെയ്ത് അത് നല്ലപോലെ വിലയിരുത്തി കറക്റ്റ് ടൈമിൽ റെസ്പോണ്ട് ചെയ്യാനൊക്കെയുള്ള ഉത്തരവാദിത്തം ഒരു ഡയാലിസിസ് കോർഡിനേറ്റർക്കാണ് ഉള്ളത്. ഓക്കെ, അടുത്ത നോക്കൂ. ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ ഡിസ്ചാർജ് പ്ലാൻസ് ഇൻക്ലൂഡിംഗ് അപ്രോപ്രിയേറ്റ് കമ്മ്യൂണിറ്റി സർവീസസ്. അതോടൊപ്പം തന്നെ ഒരു നല്ല ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കമ്മ്യൂണിറ്റി സേവനങ്ങൾ ഉൾപ്പെടുന്ന ഡിസ്ചാർജ് പ്ലാനുകൾ തയ്യാറാക്കി അത് കൃത്യമായിട്ട് നടപ്പിലാക്കുന്നതിന്റെ ഉത്തരവാദിത്വം ഡയാലിസിസ് കോർഡിനേറ്ററുണ്ട്. അപ്പൊ ഡയാലിസിസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്തു പോകുന്ന പേഷ്യൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അവരുടെ ട്രീറ്റ്മെന്റ് അവിടെ കൊണ്ട് അവസാനിക്കുകയല്ല, കൃത്യമായിട്ടൊരു കമ്മ്യൂണിറ്റി സർവീസും കൂടെ ലഭിക്കുന്ന രീതിയിൽ. ഇപ്പൊ ഒരു ഡയാലിസിസ് പേഷ്യന്റ് പ്രവർത്തിക്കുന്നെങ്കിൽ അവർക്ക് സോഷ്യൽ സർവീസ് അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ സർവീസ് ഒക്കെ പോലുള്ള പല കമ്മ്യൂണിറ്റി സേവനങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. എന്നുവെച്ചാൽ അവർ ഹോസ്പിറ്റലിൽ വിട്ടുപോയാലും തിരിച്ചൊരു വീട്ടിലോട്ട് എത്തുമ്പോൾ അവർക്കൊരു ഡയാലിസിസ് പേഷ്യന്റ് ആയതുകൊണ്ട് തന്നെ മറ്റു പല കമ്മ്യൂണിറ്റി സേവനങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. പ്രത്യേകിച്ച് അവരുടെ വാർഡ് അല്ലെങ്കിൽ അവരുടെ ഹെൽത്ത് സെന്ററുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചില കമ്മ്യൂണിറ്റി സേവനങ്ങൾ ഉൾപ്പെടുന്ന രീതിയിൽ ഒരു ഡിസ്ചാർജ് പ്ലാൻസുകളൊക്കെ കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഉത്തരവാദിത്തം ഒരു ഡയാലിസിസ് കോർഡിനേറ്റർക്ക് ഉണ്ട്. ഓക്കെ, അടുത്തതാണ് അസിസ്റ്റ് വിത്ത് ഇൻഷുറൻസ് ഇഷ്യൂസ് required to get outpatient dialysis services through communication with the facilities verification process. എന്താണ് പറയുന്നത്? അസിസ്റ്റ് വിത്ത് ഇൻഷുറൻസ് ഇഷ്യൂസ് റിക്വയർഡ് ടു ഗെറ്റ് ഔട്ട് പേഷ്യന്റ് ഡയാലിസിസ് സർവീസസ് ത്രൂ കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ ഫെസിലിറ്റീസ് വെരിഫിക്കേഷൻ പ്രോസസ്. നമുക്കറിയാം ഇത്തരം ഡയാലിസിസും മറ്റുമൊക്കെ എടുക്കുന്ന പേഷ്യൻസ് അവർക്ക് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് വേണ്ട പിന്തുണ കൊടുക്കുക, അവരെ അസിസ്റ്റ് ചെയ്യുക അല്ലെ. അവർക്കൊരു നല്ല ഡയാലിസിസ് സേവനങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ഇൻഷുറൻസ് ക്ലെയിം പ്രോസസ്സുകളൊക്കെ അതിന് ഡിലേ വരാതെ ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അവർക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടും പിന്തുണയും കൊടുക്കുക. എങ്കിൽ മാത്രമാണ് അവർക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയോട് കൂടിയിട്ട് അവർക്ക് ട്രീറ്റ്മെന്റുകളൊക്കെ പ്രൊസീഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഡയാലിസിസ് സർവീസുകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അവരുടെ ഇൻഷുറൻസ് ക്ലെയിമുകൾ പ്രോസസ് ചെയ്യാനും ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസിനൊക്കെ അസിസ്റ്റ് ചെയ്യാം, അവരെ അതിന് വേണ്ടിയിട്ട് അസിസ്റ്റ് ചെയ്യാൻ സഹായിക്കുക, അവരുടെ പിന്തുണ കൊടുക്കുക. അതും ത്രൂ കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ ഫെസിലിറ്റീസ് വെരിഫിക്കേഷൻ പ്രോസസ്. പ്രത്യേകിച്ച് ഇങ്ങനെ ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് വെരിഫിക്കേഷൻ പ്രോസസ് ഒക്കെ നടത്തുമ്പോൾ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷനിലൂടെ അവരുടെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ എന്താ പറയാ സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് അവരെ അസിസ്റ്റ് ചെയ്യാന്നുള്ളത് ഡയാലിസിസ് കോർഡിനേറ്ററുടെ ഉത്തരവാദിത്വമാണ് കേട്ടോ. പിന്നെ പറയുന്നത് ലിങ്ക് ബി ഇൻ കോണ്ടാക്ട് വിത്ത് മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് കെയർ ടീം ഇൻ എ പർപ്പസ്ഫുൾ ഗോൾ ഡയറക്റ്റഡ് ഫാഷൻ works eagerly to maximize the effectiveness of resource utilization. That's പറയുന്നത് ലിങ്ക് ബി ഇൻ കോണ്ടാക്ട് വിത്ത് മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് കെയർ ടീമിന്റെ പർപ്പസ്ഫുൾ ഗോൾ ഡയറക്റ്റഡ് ഫാഷൻ. മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് കെയർ ടീം എന്ന് വെച്ചാൽ മറ്റുള്ള ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഉണ്ടാവും അല്ലെ. ഇപ്പൊ നമുക്കൊരു വൃക്ക സംബന്ധമായിട്ട് അസുഖം വരുന്നൊരു പേഷ്യന്റ് ആണെങ്കിൽ നമുക്ക് നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റ്, നെഫ്രോളജി ICU, അതുപോലെ ഇപ്പൊ റീനൽ ഫെയിലിയർ ആയിട്ടുള്ള ആളുകൾ ഫോളോ ചെയ്യേണ്ട ഡയറ്റ് പ്ലാനിന്റെ ഡയറ്റീഷ്യന്മാർ, ഇവരൊക്കെ ഓരോ പല മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് കെയർ ടീമാണ്. അപ്പൊ അങ്ങനെയുള്ള ടീമൊക്കെ ആയിട്ട് നല്ല രീതിയിൽ വളരെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുക. രോഗിയുടെ ആ ഒരു നല്ല ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല പർപ്പസ്ഫുൾ ആയിട്ട് തന്നെ മറ്റുള്ള മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് കെയർ ടീമുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുക. അതുപോലെ നല്ല രീതിയിൽ അവിടുത്തെ റിസോഴ്സുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റിന്റെ ഫലപ്രാപ്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കേണ്ടതും. ഇതൊക്കെ ഇങ്ങനെ ഒരു ആധികാരികമായിട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഒരു ഡയാലിസിസ് കോർഡിനേറ്റർ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത്. അവരുടെ ട്രീറ്റ്മെന്റ് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് മാക്സിമം എന്തൊക്കെ സപ്പോർട്ട് കൊടുക്കാൻ പറ്റുമോ അത് മുഴുവൻ ചെയ്യേണ്ടത് ഡയാലിസിസ് കോർഡിനേറ്റർ ആണ് കേട്ടോ. പിന്നെ പറയുന്നത് ഹെൽപ്പ് ഇൻ എസ്റ്റാബ്ലിഷിംഗ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ പേഷ്യന്റ് ടു ആൻഡ് ഫ്രം ദ ഡയാലിസിസ് ഫെസിലിറ്റി കേട്ടോ. അതോടൊപ്പം തന്നെ രോഗികളെ ഡയാലിസിസ് ഫെസിലിറ്റിയിലോട്ട് കൊണ്ടുവരാനും തിരിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്യുന്നത് ഡയാലിസിസ് കോർഡിനേറ്റർ ആണ് കേട്ടോ. അതിനു വേണ്ടി ഏർപ്പാട് എന്ന് വെച്ചാൽ അവരെ സഹായിക്കുക. ഇപ്പൊ പാവപ്പെട്ട രോഗികളാണെങ്കിൽ ഇപ്പൊ അവർക്ക് ഡയാലിസിസ് ചെയ്യാൻ കൊണ്ടുവരുന്നതിന് ആശുപത്രിയിൽ വരുന്നതിന് പോകുന്നതിനുമായിട്ടൊക്കെയുള്ള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളൊക്കെ അതിന് വേണ്ട ഹെൽപ്പ് സഹായങ്ങളൊക്കെ കൊടുക്കേണ്ടത് ഒരു ഡയാലിസിസ് കോർഡിനേറ്റർ ആണ് കേട്ടോ.
അടുത്ത പോയിന്റ് ഇതാണ്, മോണിറ്റേഴ്സ് റെക്കോർഡ്സ് ആൻഡ് അപ്ഡേറ്റ്സ് ഇൻ ഇൻഫർമേഷൻ. അതുപോലെ ഈ പറയുന്ന ഡയാലിസിസ് സംബന്ധമായിട്ടുള്ള ഡയാലിസിസ് പേഷ്യൻസിനെ സംബന്ധിച്ച എല്ലാ ഇൻഫർമേഷൻസുകളും അവരുടെ എല്ലാ ഇൻഫർമേഷനും കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക, നിരീക്ഷിക്കുക, റെക്കോർഡ് ചെയ്യുക. അപ്പൊ എല്ലാ ഇൻഫർമേഷനും പ്രോപ്പർ ആയിട്ട് അപ്ഡേറ്റ് ഒക്കെ ചെയ്യേണ്ടത് ഡയാലിസിസ് കോർഡിനേറ്റർ ആണ്. പിന്നെ പറയുന്നത് പ്രിപ്പയേഴ്സ്, ഫയൽസ്, റിട്രീവ്സ് ആൻഡ് കീപ്സ് റെക്കോർഡ്സ് ആൻഡ് ഡോക്യുമെന്റ്സ് ഫ്രം ദ ഡിപ്പാർട്ട്മെന്റൽ ഫയൽ സിസ്റ്റംസ് കേട്ടോ. അതായത് നമ്മുടെ രോഗിയുടെ ഫയലുകളും കാര്യങ്ങളൊക്കെ അവിടെ റെക്കോർഡഡ് ആയിരിക്കും. അവിടെ ഓരോ പേഷ്യൻസിന്റെയും മെഡിക്കൽ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ അവിടെ ഫയൽ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റ് ഫയൽ സിസ്റ്റത്തിൽ നിന്ന് രോഗികളുടെ ഫയലുകൾ റിട്രീവ് ചെയ്യാം. ചിലപ്പോൾ പുതിയ രോഗികൾ വന്ന് പുതിയ രോഗികളിലായിട്ട് ഫയലുകൾ പ്രിപ്പയർ ചെയ്യാം. ഇനി അവിടെ ഓൾറെഡി ട്രീറ്റ്മെന്റ് എടുക്കുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവരുടെ ഫയലുകൾ റിട്രീവ് ചെയ്യുക, വീണ്ടെടുക്കുക, കൃത്യമായിട്ട് റെക്കോർഡുകൾ കീപ്പ് ചെയ്യുക, റെക്കോർഡ്സ് ഡോക്യുമെന്റ്സ് ഒക്കെ റെക്കോർഡ് കീപ്പ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ ഡയാലിസിസ് കോർഡിനേറ്റർ ആണ്. Then last and final one, attends daily rounds of meetings to discuss the schedule, patient requirements and continue improvement efforts or reminders. അതോടൊപ്പം തന്നെ ഡെയിലി റൗണ്ട്സുകള്, മീറ്റിംഗ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുക കേട്ടോ. ഒരു ഡയാലിസിസ് കോർഡിനേറ്റർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അവിടെ ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന ധാരാളം രോഗികൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അവരുടെ ഇടയിൽ ഡെയിലി റൗണ്ട്സുകൾ നടത്തുക, അതുപോലെ തന്നെ മീറ്റിംഗ്സുകൾ, അവരായിട്ട് മീറ്റ് ചെയ്യുക, അവരുടെ ഷെഡ്യൂളിനെ പറ്റി ഡിസ്കസ് ചെയ്യുക. ഓക്കെ, അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മനസ്സിലാക്കുക. ആൻഡ് കണ്ടിന്യൂ ഇംപ്രൂവ്മെന്റ് എഫർട്ട് ഓഫ് റെമഡീസ്. അതുപോലെ അവരുടെ ആ ഒരു ട്രീറ്റ്മെന്റ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ അവരുടെ എഫർട്ട് എന്താ പറയുക കംഫർട്ടിനൊക്കെ വേണ്ടിയിട്ട് നല്ല രീതിയിൽ എഫർട്ട് എടുത്ത് പ്രവർത്തിക്കേണ്ടത് ഡയാലിസിസ് കോർഡിനേറ്റർ ആണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് അവരുടെ ഇടയിൽ എപ്പോഴും റൗണ്ട്സ് ഒക്കെ നടത്തുക, അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരുടെ ആവശ്യങ്ങൾ എന്താണ്, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുക കേട്ടോ. അതൊക്കെ ഒരു ഡയാലിസിസ് കോർഡിനേറ്ററുടെ ഉത്തരവാദിത്വമാണ്. ഇപ്പൊ എല്ലാം നോക്കുമ്പോ എല്ലാം ഒരേ കാര്യം തന്നെയാണ് പറയുന്നത് അല്ലെ. ഓക്കെ, ഇത്രയൊക്കെയാണ് അതിനകത്ത് പറയുന്ന പോയിന്റുകൾ കേട്ടോ. മനസ്സിലായല്ലോ പറഞ്ഞത്? ക്ലിയർ ആണോ പോയിന്റുകൾ? ഓക്കെ ആണോ? ഏതെങ്കിലും പോയിന്റുകൾ നിങ്ങൾക്ക് ഇതിൽ മനസ്സിലാവാത്തതുണ്ടോ? ഒന്ന് പറയാമോ? എന്താണ് ആരും ഒന്നും മിണ്ടാത്ത? ക്ലാസ്സിലേക്ക് എല്ലാവരും പോയോ? അതേക്ക് പോയോ എല്ലാവരും? ചോദിച്ചതിനൊന്ന് മറുപടി പറഞ്ഞേ. ക്ലിയർ ആണോ? ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ആണ്? ഓക്കെ. എന്തെങ്കിലും ചോദിക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യണോട്ട് അറിയാൻ നമുക്ക് അറിയില്ല. ഓക്കെ, ഞാൻ നിങ്ങളെ കാണുന്നില്ല, നിങ്ങൾ എത്ര പേര് അവിടെ ഉണ്ട് എന്നുള്ളതൊന്നും എനിക്ക് അറിയില്ല. അപ്പൊ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ അല്ലേ? 6th പോയിന്റ് മനസ്സിലായോ അല്ലെ? 1 2 3 4 5 6. ഓക്കെ, 6ാമത്തെ പോയിന്റ് ഇതാണ്, ലിങ്ക് ബി ഇൻ കോണ്ടാക്ട് വിത്ത് മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് കെയർ ടീമിന് പർപ്പസ്ഫുൾ ഗോൾ ഡയറക്റ്റഡ് ഫാഷൻ. അതെന്ന് പറഞ്ഞ വേറൊന്നുമല്ല, അതായത് രോഗിക്ക് നല്ലൊരു ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ മറ്റുള്ള മൾട്ടി ഹെൽത്ത് കെയർ ടീമുകളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുക. ഇപ്പൊ നമ്മളൊരു കിഡ്നി പേഷ്യന്റ് ആവുമ്പോൾ അവർക്ക് എന്താ പറയാ പലതരത്തിലുള്ള ട്രീറ്റ്മെന്റുകൾ നമുക്ക് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പല എന്താ പറയാ ഹെൽത്ത് പ്രൊഫഷണൽസിന്റെ സഹായം നമുക്ക് അവിടെ ആവശ്യമായിട്ട് വരും. അപ്പൊ അവർക്കൊരു നല്ലൊരു ഡയറ്റ് പ്ലാൻ കൊടുക്കാൻ, അല്ലെങ്കിൽ അപ്പൊ ഒരു ഡയറ്റീഷ്യന്റെ സഹായം നമുക്ക് അവിടെ ആവശ്യമായിട്ട് വരും. ഇനി അവർക്ക് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വന്നാൽ ചിലപ്പോൾ നമുക്ക് ICU ഡോക്ടേഴ്സിന്റെ ആവശ്യം വരും. അങ്ങനെ പല ഹെൽത്ത് കെയർ ടീമുകളുമായിട്ട് നല്ല രീതിയിൽ സഹകരിച്ച് പ്രവർത്തിക്കണം ഒരു ഡയാലിസിസ് കോർഡിനേറ്റർ. എന്തിനു വേണ്ടിയിട്ടാണ്? പേഷ്യന്റിന് നല്ലൊരു ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് കേട്ടോ. അത് മാത്രമല്ല, വർക്ക്സ് ഈഗർലി ടു മാക്സിമൈസ് ദി ഇഫക്റ്റീവ്നെസ് ഓഫ് ദ റിസോഴ്സ് യൂട്ടിലൈസേഷൻ. അവിടെയുള്ള റിസോഴ്സുകൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ അവർക്ക് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് നല്ല രീതിയിൽ പ്രവർത്തിക്കേണ്ടത് ഒരു ഡയാലിസിസ് കോർഡിനേറ്റർ ആണ് കേട്ടോ. അവർക്ക് വേണ്ടി പ്രവർത്തിക്കാം. അതുപോലെ അവർക്ക് ഇൻഷുറൻസ് സംബന്ധമായിട്ടൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ വേണ്ടി അസിസ്റ്റ് ചെയ്യാം. അവരുടെ ട്രീറ്റ്മെന്റ് ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട്. കാരണം ഡയാലിസിസ് പേഷ്യൻസ് എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് അവരുടെ കാര്യം അല്ലെ. ഒത്തിരി എക്സ്പെൻസ് ഒക്കെ വരുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. ഒരുപാട് സപ്പോർട്ട് അവർക്ക് കൊടുക്കേണ്ട ഒരു പേഷ്യൻസ് ആണ് ഡയാലിസിസ് പേഷ്യൻസ് അല്ലെ. അവർക്ക് വേണ്ട എല്ലാ പിന്തുണ കൊടുക്കുക എന്നുള്ളതാണ് ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ ഉത്തരവാദിത്തം. ഇതെല്ലാം ഒരേപോലെയുള്ള പോയിന്റുകളാണ് കേട്ടോ. പിന്നെ ജസ്റ്റ് പറഞ്ഞേക്കുന്നു മാത്രം. ഓക്കെ, ക്ലിയർ ആയല്ലോ? നമുക്കെന്നാ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഡയാലിസിസ് സർവീസ് എളുപ്പമുള്ള ചാപ്റ്റർ അല്ലേ? പഠിച്ചു വന്നപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ ഡയാലിസിസ് എന്താണ്? 1940s ഡയാലിസിസ് ആദ്യമായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. ഡയാലിസിസ് ഉപയോഗിക്കുന്ന 2 സന്ദർഭങ്ങൾ അല്ലെ നമ്മൾ പറഞ്ഞു. ARFും ESKD ഒക്കെ എന്താണെന്ന് നമ്മൾ പഠിച്ചു. കിഡ്നിയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷന്, പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ്
കീമോ ഡയാലിസിസ്, അതിൽ തന്നെ 3 ടൈപ്പ് വാസ്കുലർ ആക്സസ് സൈറ്റുകളുണ്ട്. ഹെവി ഫിസ്റ്റുല, ഗ്രാഫ്റ്റ്, വാസ്കുലർ ആക്സസ് കത്തീറ്റർ. അതിന്റെയൊക്കെ പ്രത്യേകതകൾ, ലിമിറ്റേഷൻസ് ഒക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. എന്താണ് പെരിറ്റോണിയൽ ഡയാലിസിസ്? 3 ടൈപ്പ് പെരിറ്റോണിയൽ ഡയാലിസിസ് ഉണ്ട് അല്ലെ. പിന്നെ HD, TD ഒക്കെ സൈഡ് ഇഫക്റ്റുകൾ എന്തൊക്കെയാണ്? ഒരു ഡയാലിസിസ് സെന്റർ എന്താണ് അല്ലെ? ഡയാലിസിസ് കോർഡിനേറ്ററുടെ ഉത്തരവാദിത്തം എന്താണ്? അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ട കാര്യം എന്താണ്? ഒരു പേഷ്യന്റിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്താണ്? ഇങ്ങനെയൊക്കെ കാര്യങ്ങളാണ്, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പഠിക്കുന്നത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നല്ലപോലെ വായിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. മറ്റേ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. നോസോകോമിയൽ ഇൻഫെക്ഷൻ ആണ് ആ ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ നമ്മുടെ ലബോറട്ടറി കഴിഞ്ഞ് ഫാർമസി കഴിഞ്ഞിട്ടുണ്ട്, ബ്ലഡ് ബാങ്ക്, പിന്നെ ഡയാലിസിസും കഴിഞ്ഞല്ലോ. ഇനി നമുക്കുള്ളത് ഡയറ്ററി ഇപ്പൊ ചിലപ്പോൾ ഞാനായിരിക്കില്ല കേട്ടോ എടുക്കാൻ. ഡയറ്ററി നോക്കിയിട്ട് പറയാം. ഞങ്ങൾക്ക് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എടുക്കാനുണ്ട്. ഓക്കെ, അതെടുക്കാം. ടെർമിനോളജിയാണ് വരുന്നത്. വേറെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? ശരി കേട്ടോ, നമുക്ക് നാളെ കാണാം കേട്ടോ. നാളെ ഫസ്റ്റ് അവർ ഞാനായിരിക്കും കേട്ടോ. നാളെ മിലു മിസ് ലീവാണ്. അപ്പൊ മിസ്സിന്റെ അവർ ഞാനായിരിക്കും കേട്ടോ കയറുന്നത്. നാളെ കാണാം. ഓക്കെ, താങ്ക് യു.